2007 സെർബിയയിൽ ഫ്ലൈ ചെയ്യാൻ ആരെങ്കിലും പോകുന്ന സ്ഥലമാണോ മിസ്റ്റർ വിനു? ബേസിക്കലി നിങ്ങൾ പറയുന്നത് DGCA CPL-നെക്കാളും കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കണം ഫോർ ATPL. നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ അല്ലാതെ എന്ത് ഓപ്പറേഷൻസ് ചെയ്യാം. സ്വന്തമായിട്ടൊരു പ്ലെയിൻ ഉണ്ടോ, പ്ലെയിൻ എടുത്ത് ഫ്ലൈ ചെയ്യാം. കൂട്ടുകാരുടെ പ്ലെയിൻ റെന്റ് എടുത്ത് ഫ്ലൈ ചെയ്യാം. റെന്റെ കാർ എടുക്കുന്നോ, റെന്റെ പ്ലെയിൻ. അവിടെ നിന്നാണ് ഇത് പഠിപ്പിക്കുന്ന ആളുടെ പേര് പൈലറ്റ് എന്നാണെന്നും അങ്ങനെയൊക്കെ അറിഞ്ഞ് പൈലറ്റ് ആവണമെന്നുള്ള ആഗ്രഹം. പിന്നെ ഒരു 10ാം ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളി പോയിട്ട് 2 എന്താ പറയാ സ്റ്റൺസ് ഒക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേനും ആ കുട്ടിക്ക് ആ ഒരു പെർസെപ്ഷൻ അങ്ങ് മാറും. എനിക്കറിയാം, എന്നെ ഇരുത്തി വിങ് ഡ്രോപ്പ് സ്റ്റോൾ ചെയ്തതാണ് പുള്ളി. ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ചെയ്ത് എന്ത് പറ്റുമെന്നുള്ളൊരു പേടിയുണ്ടല്ലോ, അത് കൂടുതലാണ്. നമസ്കാരം, എൻ്റെ പേര് ചിന്തു കാർത്തികേയൻ. ഞാൻ ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂളിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. മുമ്പ് ഞാൻ ഒരു എയർബസ് A380യുടെ പൈലറ്റുമായി ഒരു പോഡ്കാസ്റ്റ് നടത്തിയിരുന്നു. എനിക്കറിയാവുന്നുള്ള ഇൻഫർമേഷൻ എല്ലാം പുള്ളിയുടെ നിന്ന് നമ്മൾ ചോർത്തിയെടുത്ത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തു. ഇതേപോലെ ഇപ്രാവശ്യം ഞാൻ യൂറോപ്പിലുള്ള ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറുമായി വന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിനു ഷിബു. ഹലോ വിനു. ഹായ്. വിനു യൂറോപ്പിലെ തന്നെ സെർബിയയിൽ വൺ ഓഫ് ദ ടോപ്പ് സ്കൂൾസായ ഫ്ലൈയിങ് സ്കൂൾസായ പ്രിൻസ് ഏവിയേഷൻ്റെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറാണ്. അദ്ദേഹം അവിടുത്തെ CRI ആണ്. CRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റേറ്റിംഗ് ഇൻസ്ട്രക്ടർ. അതുപോലെ തന്നെ പ്രിൻസ് ഏവിയേഷൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ടോപ്പ് ചാർട്ടർ കമ്പനീസിൽ ഒരെണ്ണമാണ്. ടോപ്പ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് കമ്പനിയിലും ഒരെണ്ണമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിൽ നിന്ന് നമുക്കൊരു 2 മണിക്കൂർ തന്നതിന് അദ്ദേഹത്തിനോട് ആദ്യം നന്ദി പറയുന്നു. അപ്പോൾ സത്യമായിട്ട് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ വിനു, ഞാൻ ആദ്യമായിട്ടാണ് സെർബിയയിൽ മലയാളിയായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറിനെ കാണുന്നത്. ഇത് എന്നെ ഭയങ്കരമായിട്ട് വണ്ടർ അടുപ്പിച്ചു. ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ഇൻ സെർബിയ ആൻഡ് ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ആസ് എ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ? സെർബിയയിലാണ് ഞാൻ പഠിച്ചത് പൈലറ്റ് ട്രെയിനിങ്. ദാറ്റ്സ് മൈ റിലേഷൻ വിത്ത് സെർബിയ. സോ നമ്മൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സെക്കൻഡ് ഹോമാണ് സെർബിയ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആസ് ഓൾവേസ് എല്ലാവരെയും പോലെ ഒരു 17 വയസ്സിലൊക്കെ പൈലറ്റ് ആവണമെന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ ഞാൻ എൻ്റെ അപ്പ് ചെയ്തൊരു കൺട്രിയാണ് സെർബിയ പൈലറ്റ് ട്രെയിനിങ്ങിന്. ഞാൻ അവിടെ ട്രെയിൻ ചെയ്തു. സോ ഐ മെയ്ഡ് ദ കോണ്ടാക്ട് ദേർ. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്യാപ്റ്റന്മാർ, അങ്ങനെ ആ റാമ്പ് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ദേർ. അങ്ങനെയാണ് ഞാൻ കൂടുതലും ഓക്കെ. ആഫ്റ്റർ സെർബിയ ഞാൻ പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെർബിയ വാസ് ഓൾവേസ് കോളിങ് ഹോം. ഐ ഹാവ് ടു ആസ്ക് ദിസ്. 17 വയസ്സിലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏത് വർഷമാണത്? 2007. 2007 സെർബിയയിൽ ഫ്ലൈ ചെയ്യാൻ ആരെങ്കിലും പോകുന്ന സ്ഥലമാണോ മിസ്റ്റർ വിനു? അത് ആ സമയത്ത് ആയിരുന്നു നാഷണൽ എയർലൈൻസ് ആയിരുന്നു യാട്ട് എയർവേസ്. ഇപ്പം അതില്ല. യുഗോസ്ലാവിയൻ എയർ ട്രാൻസ്പോർട്ട് എന്നായിരുന്നു പണ്ട്. അവർക്ക് ഇന്ത്യയിലേക്കൊക്കെ സർവീസ് ഉണ്ടായിരുന്നു. അവരും എയർ ഇന്ത്യയൊക്കെ ആയിട്ടൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ കുറേ പ്രൊമോട്ടഡ് ആയിരുന്നു. വേർഷസ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് സ്കൂൾ. നമ്മുടെ ഇഗ്രു പോലെ അവിടുത്തെ ഒരു നാഷണൽ ഫ്ലൈറ്റ് സ്കൂളാണ് യാട്ട് ഫ്ലൈറ്റ് അക്കാഡമി. ഞങ്ങളെല്ലാവരും അങ്ങോട്ടാണ് പോയത്. അവിടെ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 40ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവിടെ. വിനുവിന് അറിയാമല്ലോ, എൻ്റെ സ്റ്റുഡൻസ് വെർഷസിലാണ് ഫ്ലൈ ചെയ്യുന്നത്. അറിയാം. വിനുവിൻ്റെ സീനിയർ ആയിട്ടുള്ള രജത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതേ ചെയറിൽ എൻ്റെ കൂടെ ഇരുന്നത്. രജത്ത് എൻ്റെ സൂപ്പർ സീനിയറാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഹീസ് വൺ ഓഫ് ദാറ്റ്. ആൻഡ് ഹീസ് ഓൾസോ പുള്ളി A380യുടെ കമാൻഡറാണ് ഇപ്പോൾ. അതുപോലെ ഒത്തിരി പേര് ഇപ്പോൾ എയർലൈൻ എമിറേറ്റ്സിലും ഫ്ലൈ ദുബായിലായിട്ടുണ്ട്. എനിക്കറിയാം, ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ട്, എല്ലാം ടോപ്പ് എയർലൈൻസിൽ വർക്ക് ചെയ്യാണ്. Why did you choose being a flight instructor out of all this? അതായത് ഈ എയർലൈൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒന്ന് ട്രൈ ചെയ്തിരുന്നു. പക്ഷേ എനിക്കതങ്ങ് സെറ്റായില്ല. എനിക്ക് കുറേ ഫ്രീഡം വേണം. അതുപോലെ തന്നെ ഫ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ഫ്ലൈയിങ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ജനറൽ ഏവിയേഷനിലോട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറിലോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്നെ പഠിപ്പിച്ച ആളുകൾ, അതല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ്, എനിക്ക് ക്ലോസ് ആയിട്ടുള്ളവർ. സോ ദെൻ ഐ ഫൗണ്ട് ഔട്ട് ഐ ആം ലേണിംഗ് മോർ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. ഐ ആം ഷെഡ്യൂളിങ് മൈസെൽഫ്. എനിക്ക് എൻ്റെതായ ഫ്രീഡംസ് ഉണ്ട്. പിന്നെ കുട്ടികളെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഐ ക്യാൻ ഗിവ് യു എൻ എക്സാമ്പിൾ. വൺസ് ഐ ഹാഡ് എ സിറ്റുവേഷൻ ദാറ്റ് ഞാൻ ഒരിക്കൽ ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ ഐ മെറ്റ് എ ഗായ്. ഹി കെയിം ഫ്രം ബിഹൈൻഡ്. ഹി സെഡ്, "Captain, how are you?" And I looked him back and he's like, I was surprised. ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു അത്. ആൻഡ് ഫ്രം ഓൾ അറൗണ്ട് ഹി റെക്കഗ്നൈസ് മീ. അപ്പോൾ ഞാൻ നോർമലി നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്
ദുബായ് വഴി വന്നായിരുന്നു. ദുബായ് വഴി വന്ന. അപ്പം അതൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒരു എയർലൈനിൽ ഇരിക്കുന്നു, അവർ എന്നിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സെർബിയയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസും വിസയിൽ ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ മുകളിൽ കൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ ഫ്രീക്വൻസി ഇടും. എന്നിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത അവന്മാർ വിളിക്കുന്നതാണ് വിൻ ചെക്ക് എന്ന് പറയും, അതായത് വിനു ചെക്ക്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ്. നമ്മുടെ സ്റ്റുഡൻസ് അത് കേൾക്കും. ഇപ്പോൾ ക്യാപ്റ്റൻ നിങ്ങളെ 35,000 feet your students are calling you. സോ ആ ഒരു ഫീലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എയർലൈൻ ടു എയർലൈൻ ഞാൻ കണ്ടിട്ടില്ല. അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു FI ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പം അത് എന്താ പറയുക, നമ്മൾ ഒരു കുട്ടിയെ സോളോ വിടുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അത് നമ്മളിതൊക്കെ പഠിപ്പിച്ചിട്ട് ഈ കുട്ടി ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പറക്കാൻ വിടുന്നൊരു സമയം, അതുവരെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മളാണ് ഈ റൈറ്റ് സീറ്റിൽ ഇരിപ്പുണ്ട്, ഇവൻ എന്ത് കാണിച്ചാലും നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം എന്നൊരു കോൺഫിഡൻസിലാണ് നമ്മളിരിക്കുന്നത്. ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ അവൻ ഒറ്റയ്ക്ക് വിടുന്നൊരു സമയം അല്ലെങ്കിൽ ആ കുട്ടി ഒറ്റയ്ക്ക് വിടുന്ന സമയത്ത് ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇവിടെ കേൾക്കാം. ആ ഫീലിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ഈ 6 മിനിറ്റാണ് ഒരു പാറ്റേൺ ചെയ്യാൻ. ഈ 6 മിനിറ്റ് കഴിഞ്ഞ് അവൻ ടച്ച് ഡൗൺ ചെയ്യണ വരെ ഇങ്ങനെ ടക്ക് 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 നടിക്കും. നമ്മുടെ ആങ്സൈറ്റി ഈ സംതിങ് ഹാപ്പൻസ്, ഹൗ ടു മാനേജ്, ഇതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ ടച്ച് ഡൗൺ ചെയ്യുമ്പോഴല്ലോ ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ്. അത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന്റെ എക്സ്പ്രഷൻസ് ആൻഡ് ഹാപ്പിനെസ് അതൊക്കെ പറഞ്ഞാൽ വേറൊരു ഫീലാണ്, വേറെ ലെവലാണ്. മറ്റേ മക്കളെ പറത്താൻ വിട്ടിട്ട് പറന്ന് അങ്ങനത്തെ കുറെ ഫീലിങ്സ് കിട്ടണമെങ്കിൽ അത് ജനറൽ ഏവിയേഷൻ ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ജനറൽ ഏവിയേഷൻ സ്റ്റിക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ. ആൻഡ് ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ വിനു ഇയാസ റേറ്റഡ് ആണ്. സോ വിനു പഠിച്ചതെല്ലാം, പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അപ്പം നമ്മൾ സെർബിയ ഇയാസ ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നില്ലല്ലോ. വർഷസ് ആ സമയത്ത് ഇയാസ ലൈസൻസ് ആണോ ഇഷ്യൂ ചെയ്തിരുന്നത്? ഞാൻ പഠിക്കുന്ന സമയം 2007-2009 ആണ്. അപ്പോൾ ഈ ഇയാസ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഇറ്റ് വാസ് ജോയിന്റ് ഏവിയേഷൻ റൂൾസ്. കറക്റ്റ്. ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് വ്യൂവേഴ്സിനോടൊരു കാര്യം പറയാം. ഇയാസ എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ റെഗുലേറ്ററി ബോഡിയാണ്. ആ റെഗുലേറ്ററി ബോഡി ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസാണ് ഇയാസ ലൈസൻസ് എന്ന് പറയുന്നത്. ഇയാസ സ്റ്റാൻഡ്സ് ഫോർ യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ വിനു പറയുന്നത്. പണ്ടത് ജോയിന്റ് ഏവിയേഷൻ റൂൾസ് എന്ന് പറഞ്ഞ് JAR ആയിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ ഇതെല്ലാം ഒറ്റ സ്റ്റാൻഡേർഡ് കീഴിലായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടാണ് അത് ഇയാസയിലോട്ട് മാറിയത് 2011. ഓൾമോസ്റ്റ് ആഫ്റ്റർ 2010. അപ്പോൾ എന്ത് പറ്റി, നമ്മൾ ഓൾറെഡി അവരുടെ കരിക്കുലത്തിലാണ് പഠിച്ചതുകൊണ്ട് നമുക്ക് വി ഹാഡ് ആൻ ഓപ്ഷൻ ടു കൺവേർട്ട് ടു ഇയാസ. സോ ഐ ചൂസ് അയർലൻഡ് ആൻഡ് ഐ കൺവേർട്ടഡ് ടു അയർലൻഡ്. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റാൻഡേർഡ്സും സെയിം ആയിരുന്നു. നമ്മുടെ ചെക്സ് എടുത്തത് എല്ലാം ഈ സെയിം ആയിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു കൺവേർട്ട്. അങ്ങനെ ഞാൻ കൺവേർട്ട് ചെയ്തതാണ് ഇയാസയിലോട്ട്. സോ കറൻ്റ്ലി എനിക്കത് ഓൾറെഡി അറിയാം, എന്നാലും വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. കറൻ്റ്ലി സെർബിയയിൽ ഇയാസ സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്, പക്ഷേ ഇയാസ ലൈസൻസ് അല്ല. ഓക്കെ. സെർബിയയിലും ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാർട്ട് FCL എന്ന് പറയുന്ന ലൈസൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇയാസയുടെയാണ്. അതായത് എന്ത് ഇയാസ ട്രെയിൻ ചെയ്താലും അത് സെർബിയ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. കാരണം എല്ലാ പ്രൊസീജിയേഴ്സും സെയിം ആണ്. ഓക്കെ. മെഡിക്കൽ, ചെക്സ്, റേറ്റിംഗ്സ് എന്ത് ഇയാസയിലുണ്ടെങ്കിലും അത് നമുക്ക് സെർബിയയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. സെയിം നമ്മളിപ്പോൾ AATPL എക്സാംസ്, ഫ്രോസൺ ATPL എക്സാംസ് എഴുതുമ്പോഴും സെർബിയയിൽ നമ്മൾ 14 എക്സാംസ് എഴുതണം, ഇയാസയിലും 14 എഴുതണം. സോ ഇറ്റ്സ് ദ സെയിം സിലബസ്, എവറിത്തിങ് ഇസ് ദ സെയിം. ഓക്കെ. Just we are not in European Union, so we cannot issue the EASA license. Correct. But വിനുവിൻ്റെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ റേറ്റിംഗും ഇയാസ റേറ്റഡ് ആണ്. അതെ. ഓക്കെ. ആൻഡ് വിനു അത് പഠിച്ചതാണ് പ്രിൻസിൽ അല്ലേ? അതെ. ഓക്കെ. ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന പ്രിൻസിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കാറുണ്ടോ? പഠിക്കുന്നുണ്ട്. ആണ്. ഇപ്പം ഞാൻ പലരും ഞാൻ ഇന്നാളെ ഒരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എൻ്റെ അടുത്ത് ഇപ്പോൾ പിള്ളേർ ചോദിക്കുന്നുണ്ട്. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ഇത് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പൈലറ്റ് ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു പൈലറ്റ് ആവാനായിട്ട് ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ അവർ ആദ്യം DGCAയുടെ ഗ്രൗണ്ട് സബ്ജക്ട്സ് മെറ്റീരിയോളജി, നാവിഗേഷൻ, റെഗുലേഷൻ, ടെക്നിക്കൽ സ്പെസിഫിക്, ടെക്നിക്കൽ ജനറൽ, പിന്നെ RTRM പാസ്സായിട്ടാണ് അവർ പോവുക. അവിടെ പോയിട്ട് ഇപ്പോൾ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ പിന്നെയും 14 പേപ്പർ, നമ്മൾ ATPL 14 പേപ്പർ, പിന്നെ മോഡുലാർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 9 പേപ്പർ അല്ലാതെയും ചെയ്യണം. ഞാൻ ATPL മോഡുലാർ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അധികപ്പറ്റല്ലേ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ പഠിച്ചിട്ട് പിന്നെ അവിടെ പോയി ഒന്നേന്ന് പഠിക്കണ്ടേ എന്ന്. ഇപ്പോൾ യാസ 14 പേപ്പർ 13 പേപ്പറാക്കി. അതായത് 2 കമ്മ്യൂണിക്കേഷൻസ് ഒറ്റ VFR IFR കമ്മ്യൂണിക്കേഷൻ ഒറ്റ, അതായത് 13 പേപ്പറാക്കി. ഓക്കെ. ഇവിടുത്തെ ഈ 6 സബ്ജക്ട്സ് ആണ് അവർ ഈ 13 പേപ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ഇലാബറേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ഇലാബറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാത്തിലും ആഡ് ഓൺസ് കയറി വന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ATPL എന്ന് പറഞ്ഞാൽ എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മളൊരു എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് ഒരു ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. സോ ദേ ഷുഡ് ഹാവ് ദാറ്റ് മച്ച് ഓഫ് നോളജ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് മാക്സിമം നോളജ് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് സബ്ജക്ട്സ് കൊടുക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾ പറയുന്നത് DGCA CPL-നെക്കാളും കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കണം ഫോർ ATPL. യെസ്. ഇവിടെ നമുക്ക് CPL കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ATPL എക്സാം സെപ്പറേറ്റ് എഴുതുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല. സോ ദേ കംസ് ലൈക്ക് ഒരു ക്യാപ്സ്യൂൾ വരെ. അതായത് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് യു ഷുഡ് ഹാവ് ദ ക്യാപ്റ്റൻ. ഒരു ക്യാപ്റ്റന് വേണ്ട അത്രയും നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. ദെൻ ദാറ്റ് ഈസ് തിയററ്റിക്കൽ. പ്രാക്ടിക്കലി നിങ്ങൾ ഫ്ലൈ ചെയ്ത് എപ്പോഴാണോ നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ആവുന്നത് നിങ്ങളത് അൺഫോഴ്സ് ചെയ്തോളൂ. അതാണ് അവരുടെ കൺസെപ്റ്റ്. അതായത് നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സീറ്റിൽ ഒരു ക്യാപ്റ്റൻ്റെ സീറ്റിൽ ഇരുന്ന് ട്രെയിനിങ്ങിന് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും നോളജബിൾ ആയിരിക്കണമല്ലോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതാണ് ATPL-ന്റെ, അതാണ് യൂറോപ്യൻ കോൺസെപ്റ്റ്. യെസ്. സോ യൂറോപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPL എടുക്കണമെങ്കിലും നിങ്ങൾ ATPL ലെവൽ ഓഫ് നോളജ് ഉണ്ടായിരിക്കണം. യെസ്. ഓക്കെ. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ US-ന് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. ഇനി മോഡുലാർ, യൂറോപ്പിൽ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ 2 മൊഡാലിറ്റിയാണുള്ളത്. ഒന്ന് മോഡുലാർ ട്രെയിനിങ്ങും പിന്നെ ഒന്ന് ATPL ഇൻറ്റഗ്രേറ്റഡ്. ATPL ഇൻറ്റഗ്രേറ്റഡ് വലുതായിട്ട് നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ സ്കൂളിലാണ് ഇപ്പോൾ അത് ആദ്യമായിട്ട് ഇൻഡക്ട് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ വ്യൂവേഴ്സിനൊന്ന് പറഞ്ഞു കൊടുക്കുമോ, എന്താണ് മോഡുലാർ ട്രെയിനിങ്ങും എന്താണ് ATPL ട്രെയിനിങ് എന്നും ATPL ഇൻറ്റഗ്രേറ്റഡ് ട്രെയിനിങ്? ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ തുടങ്ങാം. ഞാൻ ATPL ഇൻറ്റഗ്രേറ്റഡ് ചെയ്തൊരു കുട്ടിയാണ്. അപ്പോൾ ATPL ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞൊരു എയർലൈൻ ട്രെയിനിങ് പ്രൊസീജിയർ പോലെയാണ് പോകുന്നത്. അതായത് ദർ ഈസ് നോ എക്സിറ്റ് വേ. തുടങ്ങി കഴിഞ്ഞാൽ ലൈസൻസിൽ അവസാനിക്കുന്നത്. ഇടയ്ക്ക് വേറെ ലൈസൻസുകളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ടിങ് ഫ്രം 0 വി സ്റ്റാർട്ട്. നമ്മൾ ഒപ്പം ATPL തിയറി പഠിച്ച് തുടങ്ങും. ഏറ്റവും അവസാനം ATPL തിയറി വരുമ്പോൾ നമ്മൾ ചെക്ക് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതിൻ്റെ ഇടയിൽ വേറെ ലൈസൻസുകളോ ഒന്നുമില്ല. ഈ ഓരോ കമ്പനീസിൻ്റെ ട്രെയിനിങ് മാനുവൽ അനുസരിച്ചിരിക്കും എത്ര സ്റ്റേജസ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ചില കമ്പനീസ് 10 സ്റ്റേജസ് ആയിരിക്കും. ഈ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സിലുള്ള ചിലത് 14 സ്റ്റേജസ് ആയിരിക്കും. ഈ 14 സ്റ്റേജസിലും ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഇൻസ്ട്രക്ടറിലൂടെ ഫ്ലൈ ചെയ്യും. അതിൻ്റെ ഒരു ഇൻറ്റേർണൽ ചെക്ക് നടക്കും. അത് ഓക്കെ ആണെങ്കിൽ ആ കുട്ടി അതിൽ സോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കയറും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഒരു സോൺ ഫ്ലൈയിങ് ആയിരിക്കും. ടേൺസും ടേക്ക് ഓഫ് ലാൻഡിങ്സും ഒക്കെ പഠിക്കും. അത് കഴിഞ്ഞ് ആ കുട്ടി അത് പ്രാക്ടീസ് ചെയ്യുന്ന സോളോയിൽ. ഇത് കഴിഞ്ഞിട്ട് ഷോർട്ട് റൂട്ട് എന്ന് പറഞ്ഞ സെഗ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഷോർട്ട് റൂട്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടീനെ ചെറുതായിട്ട് വിഷ്വൽ നാവിഗേഷൻ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ചെക്ക് നടത്തും. ആ കുട്ടി ഓക്കെ ആണെങ്കിൽ പിന്നെ കുട്ടിയെ സോളോ വിടും. അതിൻ്റെ തന്നെ ചെയ്തിട്ട് വരാൻ പറയും. പിന്നെ ലോങ് റൂട്ട്, അങ്ങനെ പല സ്റ്റേജസിലോട്ട് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ലൈസൻസുകളൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് അവർ ഒരു CPL MEP IR ആ ചെക്ക് റൈഡ്സ് കൊടുത്ത് ആ ലൈസൻസ് എൻഡോസ് ചെയ്ത് കൊണ്ടുവരിക. ഇത് എന്ന് പറയുന്ന ഒരു എയർലൈൻ ടൈപ്പ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ ഇത് അവരുടെ അത് IASA റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഏത് റെഗുലേറ്ററി ബോഡിയാണ് അതിൻ്റെ റിക്വയർമെന്റ് മിനിമം വെച്ചിട്ടായിരിക്കും ഒരു ട്രെയിൻ ചെയ്യുന്നത്. ഇത് മിക്കപ്പോഴും ഇന്ത്യൻ റിക്വയർമെന്റ് ആയിട്ട് മീറ്റ് ആവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മണിക്കൂറുകൾ പറക്കേണ്ടി വരും ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യുമ്പോൾ. കാരണം ആ രാജ്യത്തിൻ്റെ റെഗുലേഷനും മീറ്റ് ചെയ്യണം, ഇന്ത്യൻ റെഗുലേഷനും മീറ്റ് ചെയ്യണം. ഇത് രണ്ടും കൂടെ മാച്ച് ആവാതെ വരുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഒത്തിരി മണിക്കൂർ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും ഇന്ത്യൻ സ്റ്റുഡൻസിന്. അതേപക്ഷെ മോഡുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ക്യാപ്സ്യൂൾ വരിക, ആദ്യം കുറേ കാര്യങ്ങൾ അങ്ങ് പഠിക്കും. അതായത് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലൈസൻസ് ഇഷ്യൂ ചെയ്യും. ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് ടൈം ബിൽഡപ്പ് എന്നുള്ള സെഗ്മെന്റിൽ നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ്. ലൈസൻസ് ആണ് ഇഷ്യൂ ചെയ്യിപ്പിക്കുക? PPL. ആദ്യം PPL എടുക്കുന്നു നമ്മൾ. ഒരു 9 എക്സാംസ് എഴുതി, പരീക്ഷ എഴുതി, റിസൾട്ട് കിട്ടി, ചെക്ക് റൈഡ് കൊടുത്ത് ലൈസൻസ് കിട്ടി. നൗ യു ആർ എ ലൈസൻസ് ഹോൾഡർ. നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ അല്ലാതെ എന്ത് ഓപ്പറേഷൻസ് ചെയ്യാം. സ്വന്തമായിട്ട് ഒരു പ്ലെയിൻ ഉണ്ടോ,
പ്ലെയിൻ എടുത്ത് ഫ്ലൈ ചെയ്യാം, Okay. കൂട്ടുകാരുടെ പ്ലെയിൻ റെന്റ് എടുത്ത് ഫ്ലൈ ചെയ്യാം, റെന്റെ കാർ എടുക്കുന്നു റെന്റെ പ്ലെയിൻ, Okay. ഇങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് ഫ്ലൈ ചെയ്ത് നമുക്ക് ടൈം ബിൽഡ് ചെയ്യാം, Okay. നമുക്ക് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാം. ഓക്കെ. വെൻ യു ഹാവ് ദ സ്പെസിഫിക് ടൈം ദെൻ നിങ്ങൾക്ക് ATPL തിയറി എഴുതി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ട്രെയിനിങ്. അതായത് ബേസിക്കലി നമ്മൾ ആ ടൈം ബിൽഡ് ചെയ്തിട്ട് പിന്നെ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ATPL തിയറി എഴുതി പാസ്സാവണം. അതേപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ് റേറ്റിംഗ് എടുക്കണ്ടേ പിന്നെ? അതെ. ഓക്കെ. പിന്നെ ഇൻസ്ട്രുമെന്റ് റേറ്റിംഗ് എടുക്കണം. വേണം. അത് കഴിഞ്ഞ് അതായത് നമ്മൾ ഈ ടൈം ബിൽഡപ്പ് ചെയ്യുന്ന സമയങ്ങളിലാണ് നോർമലി പിള്ളേരെല്ലാം ATPL എക്സാം എഴുതുന്നത്. ഓക്കെ. അതൊരു ഓൾമോസ്റ്റ് 80 to 90 hours ഉണ്ടാവും. ഓക്കെ. ഈ 90 hours ബിൽഡ് ചെയ്യുമ്പോഴത്തേനും ഇവർ ഈ ATPL എക്സാംസ് തീർത്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അടുത്ത സെഗ്മെന്റ് പോകുന്നത് IR-ലോട്ടാണ്, സിംഗിൾ എഞ്ചിൻ IR. അല്ലെങ്കിൽ മൾട്ടി IR എടുക്കുകയാണെങ്കിൽ വേറെ പ്രൊസീജിയറാണ്. സിംഗിൾ എഞ്ചിൻ IR നോർമലി എല്ലാവരും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ എഞ്ചിൻ IR എടുക്കും. സിംഗിൾ എഞ്ചിൻ IR 40 മണിക്കൂർ ഫ്ലൈ ചെയ്ത് എടുത്തിട്ട് അത് ആദ്യം നമ്മുടെ ലൈസൻസിൽ എൻഡോസ് ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം അവർ CPL ട്രെയിനിങ്ങിന് പോകും. ഓക്കെ. അതൊരു 15 hours ട്രെയിനിങ്ങിന് പോകും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 6 hours ഓഫ് MEP ട്രെയിനിങ്ങിന് പോകും, ക്ലാസ് റൈറ്റിംഗ്. ഓക്കെ. കാരണം CPL ചെക്ക് നടക്കണമെങ്കിൽ യൂറോപ്പിൽ കോംപ്ലക്സ് എയർക്രാഫ്റ്റിലായിരിക്കും. ഈ MEP എന്ന് പറയുന്നത് മൾട്ടി എഞ്ചിൻ പിസ്റ്റൺ ആണ് കേട്ടോ. 2 എഞ്ചിനുള്ള എയർക്രാഫ്റ്റ് ആണ് പിന്നെ ഉദ്ദേശിക്കുന്നത്. അതായത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് എയർക്രാഫ്റ്റിലായിരിക്കണം നമുക്ക് ചെക്ക് എടുക്കേണ്ടത്. അപ്പോൾ MEPും കഴിഞ്ഞിട്ടാണ് അവർ CPL ചെക്ക് കൊടുക്കും. CPL ചെക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർക്ക് ഓൾറെഡി സിംഗിൾ എഞ്ചിൻ IR ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇത് കൺവേർട്ട് ചെയ്യും മൾട്ടിയിലോട്ട്. അപ്പോൾ I think 2 flights ഫ്ലൈ ചെയ്തിട്ട് അവർ IR-ലോട്ട് എൻഡോസ് ചെയ്യും. അപ്പോൾ അവരുടെ ലൈസൻസ് കയ്യിൽ വരുമ്പോൾ അവർക്ക് CPL വിത്ത് SEP IR വിത്ത് MEP IR ഉണ്ടാവും കയ്യിൽ. അതായത് സിംഗിൾ എഞ്ചിൻ പിസ്റ്റൺ ഇൻസ്ട്രുമെന്റ് റേറ്റിംഗ്, മൾട്ടി എഞ്ചിൻ പിസ്റ്റൺ ഇൻസ്ട്രുമെന്റ് റേറ്റിംഗ്, അതാണ് ഇത് രണ്ടും. ഓക്കെ. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് മോഡലർ ട്രെയിനിങ് വരിക. അപ്പം സാധാരണഗതിയിൽ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് എല്ലാം മോഡലർ ആയിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം നമുക്ക് ആ നമ്പർ ഓഫ് അവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ATPL എടുത്തിട്ട് ആ എൻറ്റയർ അവേഴ്സിനെ റീഡിസൈൻ ചെയ്തു. എന്നിട്ട് വി ഇൻഡക്റ്റഡ് ദാറ്റ് ടു മാച്ച് എന്താണ് ഇന്ത്യൻ റെഗുലേഷൻസ്. പിന്നെ IASയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ്ങിൽ ഇല്ലാത്തതാണ് അഡ്വാൻസ് VPRT എന്നുള്ളത്. യെസ്, കറക്റ്റ്. അങ്ങനത്തെ ഒരു എക്സ്ട്രാ ട്രെയിനിങ് മാൻഡേറ്ററി ആണ് നമുക്ക് അവിടെ. ഞാനൊരു സംശയം ചോദിക്കട്ടെ. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്ത് ടൈപ്പ്, വിച്ച് സ്റ്റുഡൻറ്റ് ഷുഡ് ചൂസ് IASA? ഷുഡ് എ സ്റ്റുഡൻറ്റ് ചൂസ് IASA ഗിവൺ ദാറ്റ് IASA മൈറ്റ് ബി എ ബിറ്റ് മോർ എക്സ്പെൻസീവ്? കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളെക്കാളും യൂറോപ്പിൽ പഠിക്കാൻ. അങ്ങനെയാണെങ്കിൽ എന്തിന് നമ്മൾ IASA? ഇപ്പോൾ അതിനാദ്യം ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്തുകൊണ്ട് എടുക്കണമെന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ ദർ ഈസ് നോ വേ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ബെസ്റ്റ് തിങ് ഇൻ എ ചീപ്പർ പ്രൈസ്. ഓക്കെ, കറക്റ്റ് അല്ലേ? നമ്മളിപ്പോൾ മേടിക്കുന്ന ഫോണായാലും ക്യാമറ ആയാലും വീടാണെങ്കിലും ചീപ്പർ പ്രൈസിന് കിട്ടുന്ന സാധനങ്ങൾക്ക് എന്തോരം ക്വാളിറ്റി ഉണ്ടാവും. നല്ല പ്രൈസ് കൊടുത്ത്, അങ്ങനെ വെച്ചാൽ എല്ലാം ഭയങ്കര ഹൈ പ്രൈസ് കൊടുത്താൽ എല്ലാം നല്ലതാണെന്നല്ല, എന്നാലും ക്വാളിറ്റി കംസ് വിത്ത് സം പ്രൈസ്. ഈ IASA ലൈസൻസിന്റെ പ്രത്യേകത, നമ്മളിപ്പോൾ വെറുതെ ഗൂഗിളിൽ കയറുക, എന്നിട്ട് പൈലറ്റ് വേക്കൻസീസ് അടിക്കുക, എല്ലാത്തിലും കാണും IASA ലൈസൻസ് ഹോൾഡേഴ്സിനെ വിളിച്ചേക്കുന്നത്. അതെ, കറക്റ്റ്. കണ്ടിട്ടുണ്ടാവും. പണ്ട് ഇത് എല്ലാത്തിലും FAA ആയിരുന്നു കൂടുതൽ, ഇപ്പം IASA ആണ് കൂടുതൽ. അത് ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് IASA ലൈസൻസിന് ഇത്ര വാല്യൂ ഉള്ളത്. ഇപ്പം IASA സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതൊരു ടോപ്പ് മോസ്റ്റ് സ്റ്റാൻഡേർഡിലെത്തി. ഇപ്പം നമ്മളൊരു IASA ട്രെയിനിങ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർത്തിക് ബ്രോ ഒരു IASA ട്രെയിനിങ് ചെയ്തു, തിരിച്ച് ഇന്ത്യയിൽ വന്നു, ഇന്ത്യയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഫ്ലൈ ചെയ്തൊരു 1500 hours ആയി. വൈൽ യു ആർ കീപ്പിംഗ് യുവർ IASA ലൈസൻസ് ആക്റ്റീവ്. കറക്റ്റ്. നിങ്ങൾ ഈ 1500 മണിക്കൂർ ആകുമ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ IASA ATPL നിങ്ങൾക്ക് അൺഫ്രോസ് ചെയ്യാൻ പറ്റും. മെഡിക്കൽ എടുത്താൽ മതിയാണോ? സിം ചെക്കും കൊടുത്തിട്ട് നിങ്ങൾക്ക് IASA ATPL അൺഫ്രോസ് ചെയ്യാം. IASA ATPL അൺഫ്രോസ് ചെയ്താൽ നിങ്ങൾക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കറക്റ്റ്. ഓക്കെ. മിഡിൽ ഈസ്റ്റിൽ സ്പെഷ്യലി അത് പറ്റും. ഈ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല മിക്ക രാജ്യങ്ങളിലും അത് അക്സെപ്റ്റഡാണ്. അപ്പോൾ അല്ല, മാത്രമല്ല ഇന്ത്യൻ സ്റ്റുഡൻസിന് മിഡിൽ ഈസ്റ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു വലിയ തലവേദനയുണ്ട്. അവർക്ക് മാൻഡേറ്ററി ആയിട്ട് ATPL തിയറിയും അഡ്വാൻസ് UPRTയും അവർ ചോദിക്കും, നോൺ ടൈപ്പ് റൈറ്റഡ് ആണെങ്കിൽ. ഇതിൽ UPRT ഓൾറെഡി ഇല്ലെങ്കിൽ നമുക്ക് IASA ലൈസൻസ് വെച്ച് ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ട്രെയിനിങ്. കറക്റ്റ്. ദെൻ MCC വേണം. സോ ഇതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ വി കം വിത്ത് എ ഫുൾ പാക്കേജ്. കറക്റ്റ്. MCC എന്ന് പറഞ്ഞാൽ മൾട്ടി ക്രൂ കോപ്പറേഷൻ എന്ന് പറയും. അതായത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ.
അതായത് നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാം സിംഗിൾ എഞ്ചിനിലാണ്. അതായത് ഒറ്റ പൈലറ്റ്, മീൻസ് സിംഗിൾ പൈലറ്റ് ഓപ്പറേഷൻ, മൾട്ടി ക്രൂ ഓപ്പറേഷൻ ആൻഡ് സിംഗിൾ പൈലറ്റ് ഓപ്പറേഷൻ. അങ്ങനെ നമുക്ക് 2 ടൈപ്പായിട്ട് എയർക്രാഫ്റ്റിനെ കാറ്റഗറൈസ് ചെയ്യാം. നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നതൊക്കെ സിംഗിൾ പൈലറ്റാണ്. അതൊന്ന് ഒരു പൈലറ്റ് മാത്രം മതി ഓപ്പറേറ്റ് ചെയ്യാൻ. അവിടെ നിന്ന് വലിയ എയർക്രാഫ്റ്റിലോട്ട് വരുമ്പോൾ ഇതെല്ലാം ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറന്നു പോകാം, തെറ്റിപ്പോവാം. അപ്പോൾ എന്ത് പറ്റും, 2 പേരോടും കോർഡിനേറ്റ് ചെയ്യണം. ഇപ്പം 2 പേരോട് ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ട് അടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. കറക്റ്റ്, ദർ ഷുഡ് ബി എ ഓർഡർ. സോ അതിന് വേണ്ടിയിട്ടാണ് ഒരു മൾട്ടി ക്രൂ, അതൊരു മൾട്ടി ക്രൂ കോർപ്പറേഷൻ. ഹൗ ടു കോർപ്പറേറ്റ് ഈച്ച് അതർ ഇൻ ദ ക്രൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൾ ഔട്ട്സ് എങ്ങനെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ടേക്ക് ഓഫ് പവർ സെറ്റ്, അത് ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ യെസ് ചെക്ഡ്, സ്പീഡ് അല്ല ക്രോസ് ചെക്ഡ്. സോ ഇതിന് ടേംസും ഫ്രേസിയോളജീസും ഉണ്ട്. അതനുസരിച്ചിട്ട് 2 ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് റീകൺഫേം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കോർപ്പറേഷന് വേണ്ടിയിട്ടാണ് ആ കോഴ്സ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് പൈലറ്റ്സ്, അതായത് ഒരാൾ ഫ്ലൈയിങ് പൈലറ്റും വൺ ഈസ് ഫ്ലൈയിങ് പൈലറ്റ്, വൺ ഈസ് നോൺ ഫ്ലൈയിങ് പൈലറ്റ്, അല്ലെങ്കിൽ മോണിറ്ററിംഗ് പൈലറ്റ്. പിന്നെ ഇപ്പം ബിഗ് കമ്പനീസിൽ പോയി കഴിഞ്ഞാൽ ഈ 2 പേര്, ഇപ്പം ഞാൻ ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ എൻ്റെ കൂടെ എല്ലാ ദിവസവും ഒരേ കോ പൈലറ്റ് ആയിരിക്കില്ല ഫ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് നാഷണാലിറ്റി, ഡിഫറെൻറ്റ് ക്യാരക്ടർ, ഡിഫറെൻറ്റ് കൾച്ചേർഡ് പേഴ്സൺ. സോ നമ്മൾ ആ ഒരു കോമ്പിനേഷൻ ഇല്ലെങ്കിൽ ദാറ്റ് ഫ്ലൈറ്റ് വിൽ ബി ഹെൽപ്പ്. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ട്രെയിനിങ് മാൻഡേറ്ററി ആണ്. എനിക്ക് തോന്നുന്നു പല കൺട്രീസിലും, പല ഇയാസ കൺട്രീസിലും ATPL ഇൻറ്റഗ്രേറ്റഡിനകത്ത് MCC മാൻഡേറ്ററി ആണ് പലയിടത്തും. എല്ലാ കൺട്രീസിലും ഇല്ല, എന്നാൽ ചില കൺട്രീസിൽ അത് മാൻഡേറ്ററി ആണ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ. അത് ആ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന, അവർ അങ്ങനെ ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം ദേ ട്രെയിൻ ഫോർ എയർലൈൻസ്. ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്ന മിക്ക സ്കൂൾസും ഏതെങ്കിലും എയർലൈൻ്റെ കേഡറ്റ് പ്രോഗ്രാംസ് എടുക്കുന്നവരായിരിക്കും. കാരണം അവർക്ക് ആ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ. എനിക്ക് ഞാൻ എൻ്റെ സ്റ്റുഡൻസ് വേഴ്സസിൽ പോകുന്നുണ്ട്. വേഴ്സസിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ വിടുമ്പോൾ അന്നത്തെ ഹെഡ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഡ്രാഗൻ ഇവാനോവിച്ച് ആണ്, ക്യാപ്റ്റൻ ഡ്രാഗൻ ഇവാനോവിച്ച്. എൻ്റെ CFI ആയിരുന്നു. ആണോ? ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ CFI ആയിരുന്നു. പുള്ളി ഒരു കിടിലാണ് കേട്ടോ. പുള്ളി ലുഫ്താൻസയുടെയും ട്രെയിനിങ്ങിൻ്റെ എന്തോ ഭാഗമായിരുന്നു, ലുഫ്താൻസ ഇതിൻ്റെ. പുള്ളി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദറ്റ് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എന്തെങ്കിലും പഠിക്കാൻ കൊടുത്താൽ അവർ ഭയങ്കരമായിട്ടത് പഠിക്കും, പെട്ടെന്ന് പഠിക്കും. പക്ഷേ അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാർത്തികിൻ്റെ സ്റ്റുഡൻസ് എങ്ങനെയാണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഓക്കെ, വിനുവിനറിയാം ദറ്റ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിലീവ്സ് ഇൻ ബിൽഡിംഗ് നോളജ് അറ്റ് എനി കോസ്റ്റ്. അപ്പോൾ നമ്മളത് ടൈം വേസ്റ്റ് ആണെന്ന് നമ്മളോട് പലപ്പോഴും നമ്മളെ പിള്ളേർ പറഞ്ഞു, എന്തിനാ സാർ ഇത്രയൊക്കെ ഇട്ട് പഠിപ്പിക്കുന്നത്, ജസ്റ്റ് DGC എക്സാമിനേഷൻ ക്രാക്ക് ചെയ്താൽ പോരെ. ഞാൻ വിനുവിനോട് ചോദിക്കുന്നത്, വിനുവിൻ്റെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് DGCയെ ഒന്ന് ക്രാക്ക് ചെയ്തിട്ട് വന്നാൽ മതിയോ? വിൽ ദാറ്റ് വർക്ക്? കാരണം അവിടെ എന്തായാലും അവർ രണ്ടാമത് പഠിക്കുന്നുണ്ടല്ലോ. പോരാ. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നതും അത് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ രണ്ട് വ്യത്യാസം. അതായത് നമുക്ക് വെറുതെ പുസ്തകം പഠിച്ച് കാണാപ്പാഠം പഠിക്കാം, പക്ഷെ അത് എവിടെ ഉപയോഗിക്കണമെന്ന് അറിയില്ലെങ്കിൽ അതുകൊണ്ട് ഉപയോഗമില്ല. ഓക്കെ, ഞാൻ ഇപ്പം എന്നെ അപേക്ഷയോളം എനിക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്, റഷ്യൻസ് ഉണ്ട്, ഞാൻ ലിബിയൻ സ്റ്റുഡൻസ് ഉണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സെർബിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രം ഏജ് ബിറ്റ്വീൻ 18 to 65 years ഓൾഡുള്ള സ്റ്റുഡൻസിന് ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട് കൂടെ. സോ ഞാൻ പല കാറ്റഗറി, പല ഏജിലുള്ള സ്റ്റുഡൻസിനോട് ഫ്ലൈ ചെയ്തതിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്താ പറയുമോ, അവർക്ക് കാര്യങ്ങളൊക്കെ കാണാപ്പാടെ അറിയാം. ഗ്രൗണ്ടിൽ വെച്ച് എന്ത് ചോദിച്ചാലും അവർ ഉത്തരം പറയും. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. കാരണം വൈ ഇറ്റ് ഹാപ്പൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കാറില്ല. ഇപ്പൊ ഞാൻ പറയുവാണ് ഇത് ഇങ്ങനെ ചെയ്താൽ ഇത് നേരെ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ട് അതങ്ങനെ നേരെ പോകും എന്നുള്ളത് അറിയത്തില്ല. സോ ദ ഫാക്ട് ബിഹൈൻഡ് ദാറ്റ് അതറിയില്ല, അതായത് അത് റിസർച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകും. ഇതാണ് അവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത. അവിടെ ട്രെയിൻ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പഠിച്ചാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടത്തെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പഠിച്ചിട്ട് IASA എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അത് പഠിക്കണമെങ്കിൽ 19,000-20,000 ക്വസ്റ്റ്യൻസ് പഠിക്കണം. അത് പഠിക്കണമെന്ന് നേരം കൊണ്ട് 14 പേപ്പർ പഠിക്കാം. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ലാക്ക് ഓഫ് നോളജ് കൊണ്ട് നമ്മളെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോകാൻ ചാൻസ് ഉണ്ടോ? യെസ്, നമുക്കവിടെ മാൻഡേറ്ററി ബ്രീഫിംഗ്, ഡീബ്രീഫിംഗ് ഉണ്ട്. ബ്രീഫിങ്ങിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അന്ന് ഹോംവർക്ക് കൊടുത്തിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഈ സാധനങ്ങൾ അവർക്ക് പറയാനോ ചെയ്യിക്കാനോ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യും. റിയലി? അല്ലെങ്കിൽ നമ്മൾ അവർ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഷെഡ്യൂൾ ചെയ്തിരുന്ന അവരൊന്നും പഠിക്കില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ആ മണിക്കൂർ വേസ്റ്റ് ചെയ്യുന്നത്? ഞാനിത് ഞെട്ടുന്നത് എന്താണെന്നറിയാം,
ഞാനത് പൊക്കി പറയുന്നില്ല, എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ച് അങ്ങനൊരു അവസ്ഥ വന്നിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി പോയിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിന് അങ്ങനൊരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഹോപ്പ്ഫുള്ളി യുനോ നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. സാധാരണ നമ്മൾ പ്രിപ്പറേഷനിലാണ് വന്ന സ്റ്റുഡൻസിനെ ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ ചിലവർ ഗ്രൗണ്ടിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് എയറിൽ വരുമ്പോൾ ഒരു ഫ്ലൂക്കായിരിക്കും ഗ്രൗണ്ടിൽ ചെയ്ത്. അപ്പോൾ എന്തൊരു എയറിൽ കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പ്രിപ്പയർ, നമ്മൾ ക്യാൻസൽ ചെയ്ത് തിരിച്ചു വരും. കാരണം നമ്മുടെയൊക്കെ നമ്മുടെ കമ്പനിയുടെ നിന്ന് മാത്രമല്ല, നോർമലി അവിടുത്തെ എല്ലാ കമ്പനീസും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം, നോട്ട് ജസ്റ്റ് ലോക്ക് ദ അവേഴ്സ്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ഇത്. നമ്മൾ ചുമ്മാ 2 മണിക്കൂർ ഇരുന്ന് നമുക്ക് പ്രൈസ് മേടിക്കുന്നതിൽ അർത്ഥമില്ല. ദെൻ ദ സ്റ്റുഡൻസ് ഡോണ്ട് ലേൺ എനിത്തിങ്. അതുകൊണ്ട് നമ്മളുടെ ഡീബ്രീഫിങ്ങും ബ്രീഫിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ പ്രിപ്പറേഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്യും. ആൻഡ് വി യൂസ് എന്താ പറയുക, യൂറോപ്പിൽ മിക്ക സ്കൂൾസ് നോക്കി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ലോഗേഴ്സും ഒക്കെ അങ്ങനത്തെ ആപ്സ് ഒക്കെ, അങ്ങനത്തെ എന്താ പറയുക ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ അവർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീസൺ ഇടും. അതെ, ലെസ് പ്രിപ്പയർഡ്. നിങ്ങൾക്ക് അറിഞ്ഞിടാത്തൊരു ഞാൻ പറഞ്ഞുതരാം. യൂറോപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കൂൾസിലും ഫ്ലൈറ്റ് ലോഗർ എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. എവറി ഡേ സ്റ്റുഡൻറ്റിൻ്റെ അപ്ഡേറ്റ് ആ ലോഗറിനകത്ത് ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റിൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായി പോകുകയാണെങ്കിൽ അതിൻ്റെ റീസൺ എഴുതിയിട്ടുണ്ടാവും. സ്റ്റുഡൻറ്റ് വാസ് ആബ്സെൻസ്, നോട്ട് ഫിറ്റ് ടു ഫ്ലൈ. ചിലപ്പോൾ ഉറങ്ങാതെയൊക്കെ വരും, രാത്രി മൊത്തം പാർട്ടിയൊക്കെ ചെയ്തിട്ട് അല്ലേ ഫ്ലൈ ചെയ്യാൻ വരും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ. കാരണം അവർക്ക് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടാവും. അത് ഫ്ലൈയിങ്ങിൽ മാത്രമല്ല, അവരുടെ പ്രിപ്പറേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ഒരു കുട്ടിയെ ജഡ്ജ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഡിഡ് ഹി ഹാഡ് എ പ്രോപ്പർ സ്ലീപ്പ്, അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, കോൺഫിഡൻ്റ് ആണോ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ കോൺഫിഡൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് ടു ഗിവ് യു ഒരു കമ്പാരിസൺ ഡീലിംഗ് വിത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റുഡൻസ് ഫ്രം യൂറോപ്പ്. എന്താണ്, നിങ്ങളൊരു മലയാളിയാണല്ലോ വിനു, വിനുവിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ലെവൽ ഓഫ് കോൺഫിഡൻസ് നമ്മളെ പിള്ളേർ വേഴ്സസ് ദം? നമ്മളെക്കാളും കോൺഫിഡൻസ് കൂടുതല മോസ്റ്റ്ലി അവിടെയുള്ളവർക്ക്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടത്തെ പോലെയല്ല. അവിടെ ഒത്തിരി ജനറൽ ഏവിയേഷൻസും ക്ലബ്സും ഒക്കെ ഉണ്ട്. ഇവർ ജനറലി ഒത്തിരി പ്ലെയിനൊക്കെ കണ്ട് നമ്മൾ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഇവർക്ക് അതിനോടുള്ള പേടികളൊക്കെ കുറവാണ്. നമ്മുടെ ഇവിടെയാണ്. ഇപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൈലറ്റ് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു 10 പേര് നമ്മൾ നോക്കും, ഇല്ലേ? അവിടെ ഒരു വിലയില്ല, മനസ്സിലായോ? ആരും ശ്രദ്ധിക്കില്ല. ബിക്കോസ് എവറി പ്രൊഫഷൻ ഹാവ് ഇറ്റ്സ് ഓൺ ഡിഗ്നിറ്റി എന്ന് തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളുടെ ഒത്തിരി പേര് ഇങ്ങനെ എന്താ പറയുക, ഈ ജോബിൻ്റെ ഗ്ലാമറൊക്കെ ഉണ്ട് പഠിക്കാൻ വരുന്നവരൊക്കെ ഉണ്ട്. അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പായിരിക്കും, അത്ര ഡീപ്പായിരിക്കില്ല അത്. പക്ഷേ അവിടെയുള്ള ഞാൻ എൻ്റെ പഠിപ്പിക്കുന്ന കുട്ടികൾ, സെർബിയൻ സ്റ്റുഡൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവർ കുറേ പേര് ഒത്തിരി സമയമെടുത്ത് പഠിക്കുന്നവരാണ്. അതായത് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് അതിൽ നിന്ന് പൈസ സൂക്ഷിച്ച് വെച്ച് പഠിക്കുന്ന പിള്ളേരുണ്ട്, അല്ലാത്ത പിള്ളേരുണ്ട്. പക്ഷേ അപ്പം ഇറ്റ്സ് ദെയർ ഡെഡിക്കേഷൻ. സോ ദേ നോ വാട്ട് ദേ ആർ സ്പെൻഡിങ്, സോ ദേ വിൽ ലേൺ മോർ, ദേ ആർ മോർ കോൺഫിഡൻറ്റ്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ കൂടുതൽ പേര് ഒന്നെങ്കിൽ പേരൻസ് വിടുന്ന പൈസ, അല്ലെങ്കിൽ ലോൺ എടുത്ത് അങ്ങനെ, അല്ലെങ്കിൽ സ്കോളർഷിപ്സ്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ഒരു കുറച്ച് ഫ്രീഡം അവർക്ക് കിട്ടും പുറത്ത് രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ അവർ കുറച്ച് അത് യൂട്ടിലൈസ് ചെയ്യും. അത് നോർമലി ഉള്ളൊരു സംഭവം. അതിപ്പോൾ നമ്മൾ കുറ്റം പറയുന്നതല്ല. എന്നാൽ പിന്നെ കോൺഫിഡൻസ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഒത്തിരി ഫാമിലി ബോണ്ടഡ്, അല്ലെങ്കിൽ നമുക്ക് ഫിയർ ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനൊരു ചെറിയ പേടിയുണ്ടാവും. നമ്മൾ അത്ര അഡ്വഞ്ചറസ് അല്ല. അത് പക്ഷേ ഇപ്പൊ യൂറോപ്യൻസിനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർ ഭയങ്കര അഡ്വഞ്ചറസാണ്. അവർ പ്ലെയിനൊക്കെ ടോയ് പോലെയൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ സൈക്കിളൊക്കെ കൈവിട്ടൊക്കെ സൈക്കിളൊക്കെ ഓടിക്കില്ലേ, അതേ രീതിയിലാണ്. അവർക്ക് ഭയങ്കര ഒരു ചില്ലാണ്, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ. നമ്മൾ അപ്പോഴും ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തിങ്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കുട്ടികൾ ഫ്ലൈ ചെയ്യുന്നത്. അവർക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്ന് പോയി തിങ്ക് ചെയ്യുക അതില്ല. ഡു യു തിങ്ക് ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ദ വേ ദേ ആർ ട്രെയിൻഡ് ഹിയർ? ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു സമ്പ്രദായമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊരു പോളിസി ഉണ്ട് കേട്ടോ വിനു. അതായത് ഒരു സ്റ്റുഡൻറ്റ് നമ്മളോട് സംശയം ചോദിച്ചാൽ ഒരിക്കലും അയാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോളിസി ഉണ്ട്. ഉദാഹരണത്തിന്, സർ എനിക്ക് ഫ്ലൈറ്റ് പ്ലാനിങ്ങിനകത്ത് ഇങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പം നീ മറ്റേ ക്ലാസ്സിൽ അത് പഠിച്ചില്ലായിരുന്നു, ഞാൻ നേരത്തെ പഠിപ്പിച്ചല്ലേ, അപ്പം നീ ഇതൊന്ന് പറഞ്ഞേ എന്ന് പറയുന്ന പരിപാടി നമ്മൾ പിടിക്കാറില്ല. അത് പറഞ്ഞപ്പോൾ നോർമലി നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് ആ ഒരു പ്രശ്നമുണ്ട്. അതായത് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയാണ്.
കാരണം ചിലപ്പോൾ ഈ ക്രിറ്റിസിസം ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ അവിടെ വന്ന് കുട്ടികൾക്കെല്ലാം അങ്ങനെ ഫസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ യൂറോപ്യൻസിന് അതില്ല. കാരണം അവർ ചോദിച്ച് പഠിക്കും. നമ്മളാരും അവിടെ കളിയാക്കലില്ല. അങ്ങനെ കളിയാക്കിയതുകൊണ്ട് എന്താ നേടാനുള്ളത്? ഒന്നുമില്ല. പിന്നെ വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. അവിടെ ഇപ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ ആർക്കൊരു മടിയോ നാണക്കേടോ ഇല്ല. ഇപ്പം ഞാൻ എല്ലാം അറിയുന്നൊരു വ്യക്തിയല്ല. ഇപ്പോഴും എന്നോട് പല പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആൻഡ് എനിക്ക് പറയാൻ പറ്റും, എനിക്കത് അറിയത്തില്ല, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയാനുള്ള കറേജ് എനിക്കുണ്ടെങ്കിൽ അതിൽ പിന്നെ ആ പ്രശ്നം കഴിഞ്ഞു. ബേസിക്കലി അവിടെ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഇല്ല. ഓക്കെ. കാരണം ഇത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ച കാര്യം എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇന്ന് അത് പഠിച്ചു കഴിയുമ്പോൾ ഇറ്റ്സ് ആൻ അഡീഷണൽ നോളജ് ഫോർ മീ. എനിക്കത് നാളെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് ആ കുട്ടിക്ക് ഉപകാരപ്പെടും. ഞാൻ ചുമ്മാ ചൂടായതുകൊണ്ട് എന്താ ഗുണം? ആ കുട്ടിയുടെ കോൺഫിഡൻസും പോയി, ഞാനത് പഠിച്ചില്ല. ഞാനിത് ആദ്യം ചോദിക്കാനുള്ളതായിരുന്നു. അതായത് നമ്മൾ സ്ഥിരം നമ്മളെ ജോയിൻ ചെയ്യാൻ വരുന്ന പിള്ളേരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എല്ലാ ഫോർമാറ്റിലും ആ ചോദ്യം വരും. എയർലൈനിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈ ഡിഡ് യു വാണ്ട് ടു ബിക്കം എ പൈലറ്റ്? എന്തായാലും ചൈൽഡ്ഹുഡ് പാഷൻ എന്നും പറഞ്ഞാൽ ഞാൻ ബോറടിപ്പിക്കും. അതൊരു സ്ഥിര സാധനമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ആൻസർ ആണത്. ഇതിൽ ചൈൽഡ്ഹുഡ് ഡ്രീം അല്ലെങ്കിൽ എനിക്ക് ചൈൽഡ്ഹുഡ് പാഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലെയിൻ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് പൈലറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഏവിയേഷനായിട്ട് ഒത്തിരി അടുത്ത് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കും. ഒരു നോൺ ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പൈലറ്റ് പാഷൻ എന്നൊക്കെ പറഞ്ഞ് ചൈൽഡ്ഹുഡ് പാഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു 1% അല്ലെങ്കിൽ ലെസ് ദാൻ 10% ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ. ബാക്കി ഒരു 90% ആളുകളും ഇതിൻ്റെ ഗ്ലാമർ ആ ഒരു സ്റ്റാൻഡ് ഔട്ട് സൈഡിൽ, അതായത് ഒരു പൈലറ്റ് എന്നുള്ളൊരു പ്രൊഫഷൻ വേറിട്ട ഒരു ഇത്, പിന്നെ മണി. ഈ നമുക്ക് ഈ 5 കൊല്ലം ഒന്നും പഠിക്കേണ്ട പൈലറ്റ് ആവാൻ. പെട്ടെന്ന് നമ്മൾ ജോലി കയറും, പെട്ടെന്ന് സെറ്റിലാവും. ഇതൊക്കെ കൊണ്ടാണ് പൈലറ്റ് പ്രൊഫഷൻ. എൻ്റെ കാര്യത്തിൽ എൻ്റെ ശരിക്കുള്ള നാട് കോതമംഗലമായിരുന്നു. അപ്പോൾ അറിയാം, അവിടെ ഒരു വ്യൂ ഉണ്ട്, പ്ലെയിൻ അതിരിക്കലോ ഫ്ലൈ ചെയ്ത് വരുന്നത്. ചെറുപ്പം മുതലേ ഈ പ്ലെയിനുകളൊക്കെ കണ്ട് ഇതെങ്ങനെയാ പറക്കണേന്ന് അറിയണമല്ലോ. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ പൈലറ്റ് ആക്കിയത്. പണ്ട് പൈലറ്റ് എന്നുള്ള പേര് പോലും അറിയില്ല, അത് പറപ്പിക്കണ എങ്ങനെയാണെന്ന് അറിയണം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ഇത് പറപ്പിക്കുന്ന ആളുടെ പേര് പൈലറ്റ് എന്നാണെന്നും അങ്ങനെയൊക്കെ അറിഞ്ഞ് പൈലറ്റ് ആവണമെന്നുള്ള ആഗ്രഹം. പിന്നെ ഒരു 10ാം ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് പേപ്പർ കട്ടിങ്ങിലൊക്കെ നോക്കാൻ തുടങ്ങി, ഇങ്ങനെ പൈലറ്റിന്റെ സ്കൂൾ എങ്ങനെയാണ് എന്നൊക്കെ. ആരായിരുന്നു വിനുവിന് ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നത്? അങ്ങനെ സത്യം പറഞ്ഞ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ശരിക്കും. ഇത് നമ്മൾ കുറെ പേപ്പർ കട്ടിങ്സും, അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല. 2007 വിനു ആ പ്രായത്തില് വിനു എങ്ങനെ പേരൻസിനെ കൺവിൻസ് ചെയ്തു? ഇത് നല്ല പൈസയാവും ഈ സാധനം പഠിക്കാൻ. ശരിക്കും പറഞ്ഞാൽ പേരൻസിനെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഞാൻ ടിപ്പിക്കലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. അതായത് അപ്പ ഒരു AC മെക്കാനിക്കാണ്, അമ്മ ഹൗസ് വൈഫാണ്. അങ്ങനെ വലിയ ഹൈഫൈ ടീമൊന്നുമല്ല. അപ്പോൾ എനിക്ക് പഠിക്കണമെങ്കിൽ തന്നെ ലോണൊക്കെ എടുക്കണം. പിന്നെ എൻ്റെ അപ്പ ആകെ ഗൾഫിൽ പോയി ഉണ്ടാക്കിയതൊരു വീടായിരുന്നു, അത് മാത്രമേ സമ്പാദ്യമായിട്ടുണ്ടെന്നു. സോ ഇത് കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു. എൻ്റെ അമ്മയ്ക്കാണ് ഈ ഫ്ലൈങ് എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. സോ എൻ്റെ അമ്മയൊക്കെ മുട്ടുമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഇവൻ പൈലറ്റ് ടെസ്റ്റിന് ഞാൻ മെഡിക്കലിലൊക്കെ ക്ലാസ് 1 മെഡിക്കൽ, ക്ലാസ് 2 മെഡിക്കൽ ഇവൻ പാസ്സാവല്ലേ. എൻ്റെ അമ്മ ഇതിന് ശേഷം പറഞ്ഞിട്ടുമുണ്ട് ഞാൻ പലരോടും, അവൻ പാസ്സാവില്ല എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് എൻ്റെ അപ്പയാണ്. എൻ്റെ അപ്പ ഇത്ര ഇല്ലായ്മയാണെങ്കിൽ എൻ്റെ അപ്പ എല്ലാവരും പറഞ്ഞു അവനെ വിടണ്ട, നീ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട വീട് മേടിച്ച് അതെന്തിനാ ലോൺ വെക്കുന്നേ, നഷ്ടപ്പെടും, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഇതില്ല എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ അപ്പ പറഞ്ഞു അവൻ്റെ ഇഷ്ടം പോലെ അവൻ പോട്ടെ. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അപ്പയാണ് എന്നെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ ഐ എം വെരി, ഞാൻ പറയില്ല, ഞാൻ എപ്പോഴും പറയാണ്ട് ഐ എം എ പ്രൗഡ് സൺ. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ അപ്പ അമ്മയൊക്കെ ഭയങ്കര പ്രൗഡാണ് അതിൽ. ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ചോയ്സ്. അതൊരു ഈസി ചോയ്സ് അല്ല ആ പ്രായത്തിൽ. അതും ഒരുപാട് ബെറ്റ് ചെയ്യാണ്, കിടപ്പാടം വെക്കുക എന്ന് പറഞ്ഞാൽ കടുത്ത പരിപാടി. ഉള്ള ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കാൻ ആദ്യമായിട്ട് ഇവിടുന്ന് സെർബിയക്ക് പോകുന്ന അന്ന് കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് കയറിയതാണ് ആദ്യത്തെ എൻ്റെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. അതിൽ എനിക്കൊരു സംഭവം ഉണ്ട് കേട്ടോ. വിനു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ആയുള്ള പ്രശ്നം എന്താണെന്നറിയാം? ഇപ്പം വിനു ഒരു എയർലൈൻ പൈലറ്റ് ആയിരുന്നെങ്കിൽ അച്ഛനെയും അമ്മയും കൊണ്ട് പറക്കാൻ പറ്റിയായിരുന്നു. അതില്ല. കഴിഞ്ഞ കൊല്ലം എൻ്റെ അച്ഛനെയും അമ്മയുടെയും കൂടെ ഇരുത്തി, എൻ്റെ അച്ഛനെ എൻ്റെ കോപ്പറ്റിലിരുത്തി കൺട്രോൾസും കൊടുത്ത് ഞാൻ പറപ്പിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ സത്യമായിട്ടും എൻ്റെ കമ്പനി, എൻ്റെ അമ്മയും അപ്പയും എന്നെ കാണാൻ വേണ്ടിയിട്ട് സെർബിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മുതലാളിനെ എല്ലാവരും കാണിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനിയുടെ ഓണർ പറഞ്ഞ്,
വിനു അവർ വന്നിട്ട് ഫ്ലൈ ചെയ്യുന്നില്ലേ കൂടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ബൈ ദ വേ, ഞാൻ ഇതെടുത്ത് പറയണം, ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ മുതലാളിയുടെ പേര് സ്ലോബോദാന എന്നാണ്. അസാധ്യമായ ഒരു മനുഷ്യനാണ്, ഗോൾഡൻ ഹാർട്ടാണ്. ഞാൻ പോയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിയെ. പ്രിൻസിപ്പൽ ഫാൻറ്റാസ്റ്റിക് ഗായ് കേട്ടോ, ഐ ഹാവ് ടു സേ ദിസ്. പുള്ളി എന്നോട് പറഞ്ഞ് വിനു ഫ്ലൈ ചെയ്യാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകണം, ക്യാപ്റ്റൻ അനുവദിക്കുവാണെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞു. പുള്ളി അപ്പം തന്നെ ഞങ്ങളുടെ പുതിയൊരു പ്ലെയിനാണ് ട്വിൻ എഞ്ചിൻ. ആ ട്വിൻ എഞ്ചിൻ പ്ലെയിൻ ഞങ്ങളുടെ ഡയറക്ടറിനോട് പറഞ്ഞു വിനുവിന് ഫാമിലി പാരൻസിനോട് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ഐ വാസ് സർപ്രൈസ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് less than 200 hours on board, multi engine aircraft, ന്യൂ വൺ എടുത്തു ഫ്ലൈ ചെയ്യൂ. ടെക്നാമായിരുന്നു. അങ്ങനെ ഞാൻ ആ എയർക്രാഫ്റ്റ് കൊണ്ട് എൻ്റെ പേരൻസിനെ കൊണ്ട് പോയി അവർക്ക് കൺട്രോൾസ് കൊടുത്ത് ഇറ്റ് വാസ് എ വെരി പ്രൗഡ് മൊമെന്റ് ആസ് എ സൺ. എനിക്ക് തോന്നല്ലോ ഒരു എയർലൈൻ പൈലറ്റിന് അവരെ പേരൻസിനെ കോപ്പറേറ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. അതൊരു മൊമെന്റ് അല്ലേ, ബ്രില്യന്റ് മൊമെന്റ് ആണ്. അതുപോലെ ഒത്തിരി മൊമെന്റ്സ് ഉണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ വന്നപ്പോഴൊക്കെ ഇതുപോലെ നമ്മൾ ഫ്ലൈ ചെയ്യിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ചിലപ്പോൾ റെഗുലർ ഫ്ലൈയേഴ്സ് ആയിരിക്കും, പക്ഷെ ഒരിക്കലും ഇതിന്റെ കൺട്രോൾസ് ഒന്ന് തൊടാൻ അല്ലെങ്കിൽ ഇത് എങ്ങനെയാ നടക്കണേന്ന് അറിയില്ലാതെ ഉള്ളവരാ പലരും. അത് കിട്ടുമ്പോൾ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് കാണാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ നമുക്കൊരു പ്ലെയിൻ പറക്കുമ്പോൾ അറിയാം, മീൻസ് ലൈക്ക് ഒരു 2000 feet ഒക്കെ നമ്മൾ ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് പറയും നിങ്ങൾ ഈ കൺട്രോളൊക്കെ ഒന്ന് പിടിച്ച് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് തിരിച്ചു നോക്ക്. അപ്പോൾ എന്നിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവർ പതുക്കെ അങ്ങോട്ട് തിരിക്കും. അപ്പോൾ അതിന് പ്ലെയിൻ പതുക്കെ തിരിയാൻ തുടങ്ങി ഇങ്ങനെ തിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരത് ഫീൽ ചെയ്യുമ്പോൾ അവരുടെ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ നമുക്കും ഓക്കെ ചെയ്യൂ. ആ ഒരു എക്സൈറ്റ്മെന്റും ഫീലിങ്സും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ കാര്യം പറയട്ടെ, വിനുവിന് ഇഷ്ടം പോലെ DGC ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. സോ വിനുവിന് 2 സ്റ്റാൻഡേർഡ്സ് അറിയാം. സോ വാട്ട് ഡു യു തിങ്ക് ഇസ് ദ ട്രെയിനിങ് ഡിഫറൻസ് ഓഫ് ട്രെയിനിങ് ഹിയർ ആൻഡ് ദെയർ? മെയിൻലി എനിക്ക് ഇവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സിനെ അറിയാം എന്നുള്ളതാണ് മെയിനായിട്ട്. അല്ലാതെ ഞാൻ ഇവിടെ ട്രെയിൻ ചെയ്തിട്ടില്ല. സോ ഫ്രം ദ ബോട്ടം ഹാർട്ട് എനിക്ക് ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ അവിടുത്തെ ട്രെയിനിങ് നോക്കുകയാണെങ്കിൽ അവിടെ മിക്കവരും ഇതിനായി ഡെഡിക്കേറ്റ് ചെയ്തേക്കണ പൈലറ്റ്സ്. FIs മിക്കവരും FI ആവാൻ വേണ്ടി FI ആക്കുന്നവരാ. അതല്ലാതെ എനിക്ക് കുറച്ച് അവേഴ്സ് ഉണ്ടാക്കി എയർലൈനിൽ കയറണം ആ ഒരു ചിന്താഗതി ഉള്ളവരല്ല. ഇപ്പൊ കാർത്തിക് ആദ്യം പറഞ്ഞ പോലെ ഗാനെ അല്ലെങ്കിൽ ഡ്രഗൻ ഇവാനോവിച്ച്, ഹി വാസ് മൈ CFI. പുള്ളിക്കൊരു എയർലൈനിൽ കയറണം എപ്പോഴേ കയറായിരുന്നു. അങ്ങനെയാണ് പലരും. ഒരു 99% ഇൻസ്ട്രക്ടേഴ്സും എയർലൈൻ പ്രതീക്ഷ നടക്കുന്നവരല്ല. അവർ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. സോ അവർ എയർക്രാഫ്റ്റുമായിട്ട് പ്ലേ ചെയ്യുന്ന ഒരു ടോയ് പ്ലേ ചെയ്യുന്നതാണ്. സോ ദേ ആർ ഇൻ ടു ട്രെയിനിങ്. അപ്പോൾ അവർക്ക് ആ ജോബിനോട് ഒരു പാഷൻ ഉണ്ട്. അങ്ങനെയാണ് അവർ പിള്ളേരെ ട്രെയിൻ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ CFIയുടെ പേരെന്താ? സാഷ റിസ്റ്റിച്ച് അല്ലേ? സാഷയുടെ കൂടെ ഞാൻ ഫ്ലൈ ചെയ്തപ്പോൾ സാഷ എൻ്റെ അടുത്ത് പറഞ്ഞു, സാഷയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ ജീവിതത്തിൽ ഞാൻ GA ജനറൽ ഏവിയേഷൻ എയർക്രാഫ്റ്റിൽ കയറുന്ന ആദ്യമായിട്ടാണ്. ഒരു കുഞ്ഞ് എയർക്രാഫ്റ്റിൽ സെസ്ന 172 ഒരു ടിൻ ക്യാനിനകത്ത് ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴത്തേക്കും പുള്ളിയോട് ഞാൻ ഈ സെൻട്രൽ കൺസോളിൽ ഒരു ബട്ടൺ കണ്ടു. അപ്പം അത് ഫ്യൂവൽ മിക്സ്ചർ അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണ്. അപ്പം പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു ഫ്യൂൽ കട്ട് ഓഫ് ചെയ്യാൻ എന്തോ ഒരു സംഭവമാണ് അത്, ആ മിക്സ്ചർ. അപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചത് ഇതെന്താ ഈ ബട്ടൺ? സ്വിച്ച് ഓൺ, സ്വിച്ച് ഓഫ് ചെയ്യുമോ, അത് പ്രവർത്തിപ്പിക്കുമോ, അറിയാമല്ലോ. യു വോണ്ട് ടു ടച്ച് ദ ത്രോട്ടിൽ, ഡു ഇറ്റ്. സോ യു വിൽ നോ വാട്ട് ഇസ് ദ ഡിഫറൻസ്. ത്രോട്ട്ലെസ്സിലാണ് നോർമലി നമ്മൾ അവിടുത്തെ നമുക്ക് എല്ലാ ഭാഗം ട്രെയിനിങ്സും ഉണ്ട്. അതായത് എമർജൻസീസ് തൊട്ടിട്ടല്ല. അവിടെ ഡൗട്ട്സ് വെച്ച് ഫ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അതായത് മിക്കവരും എയർക്രാഫ്റ്റിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടോയൊക്കെ ഹാൻഡിൽ ചെയ്യണമാണ്. കാരണം അവർക്ക് ലൈക്ക് തൗസൻഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി ആ എയർക്രാഫ്റ്റിൽ. ആ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യുമെന്ന് അവർക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഫ്രണ്ട്സൊക്കെ ബൈക്ക് റൈഡേഴ്സൊക്കെ എന്നെ കണ്ണടച്ചാലും എനിക്ക് പോകാം. അതേ ഒരു ഫീലാണ്. അവർ കണ്ണടച്ചിരുന്ന സൗണ്ട് വെച്ചിട്ട് പ്ലെയിൻ എയർക്രാഫ്റ്റ് എന്താ ചെയ്യണമെന്ന് പറയും. അത്രയ്ക്ക് ഞാനൊന്നും അതിൻ്റെ 7 അകലത്ത് എത്തിയിട്ടില്ല. ബട്ട് വി ഹാവ് എക്സ്പീരിയൻസ് പൈലറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ പഠിക്കുമ്പോഴടക്കം നമ്മൾ എന്തെങ്കിലും ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ അവരതങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്ങനെ അത് കറക്റ്റ് ചെയ്യാന്നാ പഠിപ്പിക്കാൻ. സോ വി ആർ ഫീലിംഗ് ഇറ്റ്. പിന്നെ നമ്മൾ മറക്കില്ല. മനസ്സിലായി? അപ്പൊ ആ ഒരു വ്യത്യാസം ഓഫ് ട്രെയിനിങ് ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കാം. അതായത് തിയറിറ്റിക്കലി മാത്രം പഠിപ്പിക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ. അതേ പക്ഷേ നമ്മളത് എയർക്രാഫ്റ്റിനുള്ളിൽ അങ്ങ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അത് രണ്ട് ഇമ്പാക്റ്റ് ആണ്. ആ ഇമ്പാക്ട് എപ്പോഴും അവിടെയുണ്ട്. ഇപ്പൊ നമ്മൾ FI ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ FI ആവണല്ലോ. അപ്പൊ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം.
അപ്പോൾ മിക്ക കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ പല കാര്യങ്ങളും എനിക്ക് അറിയാത്ത ഞാൻ ഇൻസ്ട്രക്ടറിനോട്, ഇപ്പോൾ ഈ സാഷ റിസ്റ്റിച്ചായിരുന്നു എൻ്റെ FI ഇൻസ്ട്രക്ടർ. ഇപ്പോൾ ഞാൻ FI ട്രെയിനിങ് ചെയ്തപ്പോൾ പുള്ളിയോട് പല കാര്യങ്ങളും പുള്ളി അതങ്ങ് ഓഫ് ചെയ്യൂ പഠിക്കൂ. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഫ്ലൈറ്റ് ചെയ്തു. ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും സ്റ്റാൻഡർഡൈസേഷൻസ് ഉണ്ട്, നമുക്ക് ചെക്സ് പാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫ്ലൈറ്റ് ചെയ്തപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന കാര്യങ്ങളിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്, പിന്നെ ലെറ്റ്സ് ഡു ഇറ്റ് ആൻഡ് ഹി മേഡ് മീ ഡു ദാറ്റ്. അത് UPRTയുടെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് അവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഐ ഡിഡ്ന്റ് ഫൈൻഡ് ദാറ്റ് ഹിയർ. ഇവിടെയുള്ള ഞാൻ ഇവിടെ പലരെയും എനിക്കറിയാവുന്ന FIs മിക്കവരും ഈ എയർലൈനിലേക്ക് പോണതിൻ്റെ ഗ്യാപ്പിൽ നിൽക്കുന്ന FIs ആണ്. അതെ, അവേഴ്സ് ബിൽഡ് ചെയ്ത് മീൻസ് തൽക്കാലത്തേക്ക് എയർലൈനിൽ ഓപ്ഷൻ ഇല്ല, സോ വി വിൽ ഡു ദിസ് ഫോർ നൗ. അതൊരു തെറ്റല്ല കേട്ടോ, തെറ്റല്ല. ഞാൻ പറഞ്ഞ ആ ട്രെയിനിങ് നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യം ചോദിച്ചുകൊണ്ട് അതെ ഒരു ഡെഡിക്കേറ്റഡ് ആൾക്കാരുടെ ട്രെയിനിങ്ങിന്റെ വ്യത്യാസം. അതെ, അയാളുടെ ഇഫ് യു ആർ ഡെഡിക്കേറ്റഡ് ടു ബിക്കം എന്താണ് ട്രെയിനിങ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ, ദെൻ യു ഹാവ് നത്തിങ് എൽസ് ടു ലുക്ക് ഫോർ. അത് പോയിന്റാണ്. ഇതിൽ വേറെ കാര്യങ്ങളുണ്ട്. ഇത് രണ്ട് എക്സ്റ്റെൻഡാണ്. അതായത് ഇപ്പം FI ആവുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ CRI, IRI, അതുപോലെ തന്നെ എക്സാമിനേഴ്സ്, TRI, ഇങ്ങനെ പല രീതിയിലോട്ട് പോകും. ഒരു റെസ്പെക്റ്റഡ് പൊസിഷനകത്ത് നമ്മുടെ ഇവിടുത്തെ പ്രൊഫസർമാർ അങ്ങനത്തെ. അത് പക്ഷേ അല്ലാത്ത എയർലൈൻ പൈലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർലൈൻ ഗ്ലാമർ ആ രീതി. ആൻഡ് ഇത് മണി മാറ്റേഴ്സ് ഉണ്ട്. എയർലൈൻ പൈലറ്റ്സ് ഓഫ് കോഴ്സ് വിൽ ഏൺ മോർ, ബട്ട് this is more respectful for, and this one you can balance your life and flying more. And ഇതിൽ കുറച്ച് സ്ട്രഗിൾസ് ചെയ്യേണ്ടല്ലോ. Nothing comes for free. എൻ്റെ ക്യാപ്റ്റൻ എപ്പോഴും പറയും there is no free lunch. So something you have to sacrifice in something. അതാണ് ഇത് രണ്ടിലുള്ള. പക്ഷേ I would like to choose this one more than this. People are different. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. ആദ്യമായിട്ട് ഒരു കുട്ടി നിങ്ങൾക്ക് എന്തോ ലോങ് ബ്രീഫിങ്ങോ അങ്ങനെ കണ്ടൊരു സംഭവമില്ലേ, ആ ലോങ് ബ്രീഫിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റുഡൻറ്റ് ഫ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിൽ നോട്ടീസ് ചെയ്യുന്ന എന്താണ് ലൈക്ക് ട്രാൻസിഷൻ, സ്റ്റുഡൻറ്റ് മൂവിങ് ഫ്രം വൺ തിങ് ടു അതർ, എക്സ്പെഷ്യലി ഇന്ത്യൻ സ്റ്റുഡൻസ്? അതായത് അത്രയും നാൾ അവർക്ക് തിയററ്റിക്കലി ഉള്ള ഒരു അറിവേ ഉള്ളൂ. അതെ അല്ലേ? അതായത് ഈ സ്വിച്ച് ഞെക്കിയാൽ ഇത് സംഭവിക്കും, ഈ സ്വിച്ച് ഞെക്കിയാൽ ഇത് സംഭവിക്കും, ഇങ്ങനെ കൊടുത്ത് അങ്ങോട്ട്. പക്ഷെ അവരത് ആദ്യമായിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ആയിരിക്കും, ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അവർ പകുതി സാധനങ്ങൾ ശ്രദ്ധിക്കില്ല. അതായത് ആ ഫസ്റ്റ് എയർക്രാഫ്റ്റ് ആ ലിഫ്റ്റ് ഓഫ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് പോയി കഴിഞ്ഞാണല്ലോ വി ക്യാൻ സീ ദ ഹോൾ വേൾഡ് ഇൻ ദാറ്റ്. അത്രയും എക്സൈറ്റഡ് ആയിരിക്കും അവർ. ഇതേ ഫീല് പിന്നെ കാണുന്നത് അവരുടെ ഫസ്റ്റ് സോളോ കഴിയുമ്പോഴാണ്. ഞാൻ സംശയം ചോദിക്കട്ടെ, ഈ പിള്ളേർക്ക് ഈ ഫിയർ ഓഫ് ഹൈറ്റ്സ് ഉള്ളവരാണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? ഫിയർ ഓഫ് ഫ്ലൈറ്റ്, ഹൈറ്റിനേക്കാളും കൂടുതൽ ഫിയർ ഓഫ് ഫ്ലൈറ്റാണ് കൂടുതൽ. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിന് സംഭവിക്കുമോ, ഇത് ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മരിക്കുമോ, ഇങ്ങനെ കൂടുതലുള്ളവരുണ്ട്. അതിന് നമ്മുടെ കമ്പനിയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഒരു 4-5 hours ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ട്രെയിനിങ്ങിൻ്റെ സോൺ ആ ഷെഡ്യൂൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് നേരം അവർക്ക് ആ ക്രാഫ്റ്റ് ഫീൽ ചെയ്യാൻ കൊടുക്കും. അതായത് ഒരു 10 minutes ഓർ 5 minutes സംതിങ് ലൈക്ക് അവർ ജഡ്ജ് ചെയ്യരുത്. അവർ ആ എയർക്രാഫ്റ്റിനെ അങ്ങ് ഫീൽ ചെയ്യണം. ഇത് ഇത്ര പുഷ് ചെയ്ത് എന്ത് സംഭവിക്കും, ഇത്ര പുള്ളി ചെയ്തെന്ത് സംഭവിക്കും, ഈ പ്ലെയിൻ ഇത്ര പവർ കൊടുത്ത് എന്ത് സംഭവിക്കും. ഇവരത് ഫീൽ ചെയ്ത് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ലായ്മ കൊണ്ടാണ് നമുക്ക് പേടിയുണ്ടാവണേ. ഓക്കെ, ഇപ്പം പ്രേതമുണ്ടോ ഉണ്ട് എന്ന് പറയുന്നവരുണ്ടാകുന്നുണ്ട്, ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ നമുക്ക് പേടി അല്ലേ? അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പേടിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമുക്ക് ആ സാധനം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഉണ്ടാകുന്ന വേഴ്സ് തിങ്സ് എന്താണ്, അതെങ്ങനെ ഓവർകം ചെയ്യണം, ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേടി അങ്ങ് പോയി. ഇപ്പം നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഫിയർ ഓഫ് ലൈറ്റ് ഉള്ളത്. അതായത് ഫ്ലൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രഷർ വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിൻ വേരിയേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ തെർമസ് കൊണ്ട് ചെറിയ ജമ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഒച്ചെടുക്കുന്ന കുട്ടികൾ, കൺട്രോൾസ് വിടുന്ന കുട്ടികൾ. നോർമലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ടേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു നോക്കും, CFIയിലോട്ട് കൊടുക്കും. CFI സാഷ ഈസ് ലൈക്ക് റിയലി ഗ്രേറ്റ്, ഹി വാസ് എ മിലിറ്ററി പൈലറ്റ് ആസ് വെൽ. പുള്ളി പോയിട്ട് 2 എന്താ പറയുക സ്റ്റൺസ് ഒക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേനും ആ കുട്ടിക്ക് ആ ഒരു പെർസെപ്ഷൻ അങ്ങ് മാറും. എനിക്കറിയാം, അപ്പൊ ഇതൊക്കെ ഇത്രയേ ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല.
മനസ്സിലായോ? അതാണ് കൂടുതലും. അപ്പോൾ കുട്ടികളുടെ ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നൊരു എക്സൈറ്റ്മെൻറ്റാണ്. അപ്പം നമ്മളും അതങ്ങ് എൻജോയ് ചെയ്ത് വിടും. നമ്മൾ അവരോട് പുള്ളി ചെയ്യൂ, അവരങ്ങ് പുള്ളി ചെയ്യും. അപ്പോൾ ലിഫ്റ്റ് ഓഫ് ചെയ്യും, ഞാൻ ടേക്ക് ഓഫ് ചെയ്തു. പക്ഷെ നമ്മളിപ്പുറത്തെ സൈഡിൽ നിന്ന് പുള്ളി ചെയ്തിട്ട് അവർക്ക് അറിയുന്നില്ല. സോ ദേ തിങ്ക് ലൈക്ക് ഇറ്റ്സ് ദ ഈസിയസ്റ്റ് തിങ് ദാറ്റ് ദേ ക്യാൻ ഹാവ്. പക്ഷെ നമ്മൾ പിന്നെ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമ്മൾ കുറച്ചങ്ങ് സ്ട്രിക്ട്നെസ് അങ്ങ് തുടങ്ങും. അപ്പം അങ്ങനെ കൂടി ഒരു 5th 6th ഡേ ഒക്കെ ആകുമ്പോഴത്തേനും ചിലവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവും. കാരണം വെച്ചാൽ ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ചിലവർ ഡീമോട്ടിവേറ്റഡ് ആവും. കാരണം അയ്യോ എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയണേ അവർക്ക് പേടി കൊണ്ടാണോ എന്തുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ആ കരിക്കുലം അതനുസരിച്ച് എന്താ പറയുക സ്ട്രക്ചർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നോർമലി ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ചെയ്ത് എന്ത് പറ്റും എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, അത് കൂടുതലാണ്. ഇറ്റ്സ് എ വെരി വാലിഡ് പോയിന്റ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിത് എന്തുകൊണ്ടാണ് ഒതന്റിക് ആയിട്ട് പറയാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ പല നാഷണാലിറ്റി സ്റ്റുഡൻസിനോട് ഫ്ലൈ ചെയ്യുന്നു നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇതിപ്പോൾ നമ്മളൊരു ഇന്ത്യൻ സ്റ്റുഡൻസിനോട് മാത്രം ഫ്ലൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വി നോ ഓൺലി ദാറ്റ് പാറ്റേൺ. ഇപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റുഡൻസിനോട് ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ റഷ്യൻസ് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അവർ എന്നോട് ചോദിക്കും, സർ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? അവൻ ചെയ്ത് നോക്കൂ, അവനത് ചെയ്യും. ആൻഡ് ഐ വിൽ ആസ്ക് ഹിം ടു റിക്കവർ ഫ്രം ദാറ്റ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന കോൺഫിഡൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് ലാക്ക് ചെയ്യും. ഏതറ്റം വരെ പോകുമെന്ന് പുള്ളിക്ക് അറിയാം. നൗ യു ആർ നോട്ട് വറീഡ്. യെസ്, ഓക്കെ. അതാണ് മെയിനായിട്ട് നമ്മൾ ട്രെയിനിങ്ങിൽ മെയിനായിട്ട് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ആ സാധനം എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് റെമഡി കണ്ടുപിടിക്കാം. അപ്പോൾ അതനുസരിച്ച് അത് നമ്മൾ ചുമ്മാ തിയറിറ്റിക്കലി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പോയിന്റ്. എന്തായാലും വിനു, താങ്ക് യു വെരി മച്ച് ഫോർ സ്പെൻഡിങ് സോ മച്ച് ഓഫ് ടൈം. വിനു പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കണം. അതായത് യൂറോപ്പിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നെവർ ആസ്ക് എ പൈലറ്റ്, ആസ്ക് എൻ ഇൻസ്ട്രക്ടർ. അപ്പോൾ അതുകൊണ്ട് ഐ എം ആസ്കിങ് യു ആസ് എൻ ഇൻസ്ട്രക്ടർ റാദർ ദാൻ എ പൈലറ്റ്. വാട്ട് ഡു യു തിങ്ക് സ്റ്റുഡൻസ് ഹു ആർ പ്രിപ്പയറിങ്, ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് അവിടെ അല്ലെങ്കിൽ പുറത്ത് ഫ്ലൈ ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനോട് വിനുവിന് എന്താണ് പറയാനുള്ളത്, യുവർ അഡ്വൈസ്? ഇവിടെ ഞാൻ കണ്ടു വന്നേക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ അവർ ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്ന കുട്ടികളാണ്. അതിൽ നിന്ന് മാറി നമ്മൾ എന്നും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം. ഇപ്പോൾ നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ അവർ എക്സാംസിന് വേണ്ടി, ഈ എക്സാംസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ബാർ ഇട്ടേക്കുന്നു മാത്രമേ ഉള്ളൂ. അത് പഴയ സിലബസ് ആവാം, ഇത് കഴിഞ്ഞിട്ട് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവരും ഒത്തിരി എന്താ പറയുക ഇൻഫർമേഷൻസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അതല്ലെങ്കിൽ തന്നെ ഇന്റർനെറ്റ് അത്ര ഒക്കെയാണ്. ഞാൻ പഠിക്കാൻ പുറത്ത് പോകുമ്പോൾ വാട്സപ്പ് പോലും ഇല്ല. അതിൽ നിന്ന് ഇപ്പം ഇവർക്ക് എന്തോ ഒരു മീഡിയാസും അല്ലേ. യൂസ് ഇറ്റ് റൈറ്റ്ലി, അത് മനസ്സിലാക്കി പഠിക്കുക, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്നാണോ ഇവന് പറയുന്നത്? ചൂസ് ദ റൈറ്റ് വൺ. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫീൽഡിലും ഉണ്ട്. പബ്ലിസിറ്റി സ്റ്റണ്ട്സും ഉണ്ട്, അതല്ലാണ്ട് റിയൽ തിങ്സും ഉണ്ട്. ഈ റിയൽ തിങ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. ഓക്കെ, നമുക്ക് പബ്ലിസിറ്റിയുടെയും പുറകെ പോകാം, റിയലിൻ്റെയും പുറകെ പോകാം. റിയലിൻ്റെ പുറകെ പോയി അത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ അത് നമ്മൾ എടുക്കുക, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ റിജക്റ്റ് ചെയ്യുക. ഏവിയേഷനിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് ഇറ്റ് ഹാവ് സെവറൽ വേ ഓഫ് തിങ്കിങ്. ഞാനിപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അതും പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ there is no use, be gentleman. There is something called pilot and aviator. Be an aviator. If I made some mistakes, correct me. If അതാണ് അങ്ങനെ കുറേ പ്രൊഫൈൽസ് ഉണ്ട്, നമുക്ക് അങ്ങനത്തെ പ്രൊഫൈൽസിലേക്ക് ഫോളോ ചെയ്യുക. അതായത് ലൈക്ക് നമുക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഇത് തെറ്റായിരുന്നു, കറക്റ്റ് ദിസ്. സോ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അവർ നോളജ് ഇസ് ഇംപ്രൂവിങ്. അതായത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പബ്ലിസിറ്റി സ്റ്റണ്ട്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദ. എനിക്കറിയാം കുറച്ച് പേജസ് ഉണ്ട്, എനിക്ക് ആ പുള്ളിയെ പറയും കൂടി ഇല്ല കേട്ടോ, ലൈക്ക് പൈലറ്റ് ബൂം എന്നോ പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. ദെയർ ഇൻഫർമേഷൻസ് ആർ റിയലി ഗുഡ്. ഞാൻ പലപ്പോഴും ഫോളോ ചെയ്യുന്ന ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ എന്നുള്ള പേജസ് ഉണ്ട്. ഇതൊക്കെ പുതിയ പുതിയ ടോപ്പിക്സ് കൊണ്ടുവരും. അത് ഇങ്ങനത്തെ കുറേ ഇൻസ്റ്റയിൽ പേജസ് ഉണ്ട്, ലിങ്ക്ഡിനിലുണ്ട് അങ്ങനത്തെ കുറേ. ആക്ച്വലി ലിങ്ക്ഡിൻ ഒരു നല്ല പാത്ത് വേ ആണ്, എക്സ്പെഷ്യലി സ്റ്റുഡൻസിന് പൈലറ്റ്സ് ആയിട്ടും ഇൻസ്ട്രക്ടേഴ്സുമായിട്ടും എയർലൈൻ പേഴ്സണൽസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ആക്ച്വലി
ലിങ്ക്ഡിൻ ഭയങ്കരമായിട്ട് സഹായിക്കും. അതൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്. ഇതുപോലെ റീലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കാണ് ബിൽഡ് ചെയ്യുന്നത്. അതിൽ ഗോസിപ്പ് പറയാൻ സമയമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. ആൻഡ് വി ആർ ബിൽഡിങ് എ സ്ട്രോങ് എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റി. ഇപ്പം ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നമുക്ക് ഒരു CV വരെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ സ്ട്രെങ്ത് അറിയാൻ പറ്റും. Aspiring pilots should actually start a LinkedIn page so that he can connect with others as well. Yes. ഒത്തിരി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അങ്ങനെ അതിൽ പ്രൊഫഷണൽസ് ഇപ്പം അതിൽ കണക്ട് ചെയ്യുന്നവർ ആരും ഫേക്ക് ആയിരിക്കില്ല. ശരിയാണ്. പ്രൊഫൈൽസ് മൊത്തം ഇടേണ്ടി വരും, എവിടെ പഠിച്ചു എങ്ങനെയായി. അപ്പോൾ ആ ഫേക്ക് അല്ലാത്ത ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ച് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. നോർമലി ഇപ്പൊ കാർത്തിക് പറഞ്ഞോണം ആസ്ക് എ ഇൻസ്ട്രക്ടർ എന്നൊരു കൺസെപ്റ്റ് യൂറോപ്പിൽ വന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ്സിന്, അത് കൊമേഴ്ഷ്യൽ പൈലറ്റ്സിന് പല സ്ഥലത്തായിരിക്കും പഠിച്ചത്. എല്ലായിടത്തും ഇന്ത്യയിൽ നിന്നല്ല എല്ലാ വേൾഡിലും നല്ലതും ചീത്തയുണ്ട്. അവരൊരു ചീത്ത സ്ഥലത്താണ് പഠിച്ചെങ്കിൽ ദേ വിൽ ഹാവ് എ ബാഡ് റെപ്യൂട്ടേഷൻ അബൌട്ട് ദാറ്റ്. അത് നല്ല സ്ഥലത്താണ് പഠിച്ചെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാം നല്ലതാവണമെന്നില്ല. സോ പിന്നെ അവർ ആ പഠിച്ച സമയം ആയിരിക്കില്ല ഇപ്പോൾ. ഇറ്റ് വിൽ ചേഞ്ച്, കീപ്പ് ഓൺ ചേഞ്ചിങ്, കീപ്പ് ഓൺ അഡ്വാൻസിങ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഫ്ലൈയിങ് വിത്ത് ദം. സോ ഇൻസ്ട്രക്ടർ വിൽ ഹാവ് മോർ അപ്ഡേറ്റ് അബൌട്ട് ട്രെയിനിങ്. നമ്മൾ എന്തൊക്കെ ട്രെയിനിങ്ങിൽ മാറ്റം വരുത്തി. പണ്ട് അഡ്വാൻസ് UPRT ഉണ്ടായിരുന്നില്ല, ഇപ്പം അത് വന്നില്ലേ. അത് ഇപ്പോൾ ഒരു 30 വർഷം മുമ്പുള്ള പൈലറ്റിനോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളില്ല. അതിനർത്ഥം അത് ഇപ്പം അഡ്വാൻസ്ഡ് ആയി എന്നല്ല. മീൻസ് ലൈക്ക് ദർ വിൽ ബി അഡ്വാൻസ് തിങ്സ് ഹാപ്പനിങ്. ചിലപ്പോൾ ആ സ്കൂളിൽ പണ്ട് CAE എന്ന് പറഞ്ഞ ഒരു വലിയ വേൾഡ് ആയിരുന്നു, CAE ഫ്ലൈറ്റ് സ്കൂൾസ് ഒക്കെ. ഇപ്പം അതിനേക്കാൾ നല്ല ഫ്ലൈറ്റ് സ്കൂൾസ് വന്നിട്ടില്ലേ. സോ ഫ്ലൈറ്റ് സ്കൂൾസ് വിൽ കം. സോ നമുക്ക് പറയാൻ പറ്റില്ല ആ സ്കൂൾ മാത്രമേ നല്ലുള്ളൂ. അപ്പോൾ ആസ്ക് എ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ആ കൺസെപ്റ്റിന് പിന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി അപ് ടു ഡേറ്റഡ് ആണ്. ദേ ആർ കറന്റ്ലി ഫ്ലൈയിങ്, മീൻസ് ദേ ആർ ഇൻ ടു എ ഗുഡ് കമ്പനി. എൻ്റെ കമ്പനി പ്രിൻസ് ഏവിയേഷൻ ഇസ് ഇൻ ടു 36 years ഇൻ ടു ദിസ് ഫീൽഡ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കമ്പനീസ് ഇവോൾവ് ആയി നിൽക്കുന്നത് ഇങ്ങനത്തെ ഇൻസ്ട്രക്ടേഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ ഒരു കറക്റ്റ് ജെന്യൂൻ ഒപ്പീനിയൻ തരും. കാരണം നാളെ അവരെ കാണേണ്ടതാ. ഇപ്പൊ ഞാനൊരു കള്ളം പറഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നാളെ അതല്ലെങ്കിൽ അവൻ എന്നെ വിളിക്കില്ലേ ചീത്ത, എന്തിനാ ഞാനത് കേൾക്കണേ? ഇപ്പോൾ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞാൽ പോരെ. അപ്പോൾ എന്താണ്, ഞാനൊരു കൺസൈസ് ചെയ്ത് പറയാം. വിനുവിൻ്റെ അഡ്വൈസ് ടു ദിസ് യങ്ങർ ജനറേഷൻ ഇസ് ദാറ്റ് സ്റ്റഡി വെൽ, റിസർച്ച് അല്ലേ, ആൻഡ് ട്രൈ ടു റാദർ ദാൻ വേസ്റ്റിംഗ് യുവർ ടൈം ഓൺ ഇൻസ്റ്റാഗ്രാം, ഗെറ്റ് യുവർ സെൽഫ് എ ലിങ്ക്ഡിൻ പേജ് അല്ലേ, ആൻഡ് ദെൻ കണക്ട് വിത്ത് പ്രൊഫഷണൽസ് സോ ദാറ്റ് അവറ്റ് ലീസ്റ്റ് അവരുടെ ജോലിയുടെ സമയമാകുമ്പോൾ സം നെറ്റ്വർക്ക് അവർക്ക് ഉണ്ടാവും അല്ലേ. പിന്നെ വേറൊരുണ്ട്, ലൈക്ക് ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. അത് വലിയൊരു കാര്യമാണ്. ഇവിടെ ഇരുന്നിട്ട് ഞാൻ യാസയ്ക്ക് പോയി അവിടെ 1.5 കൊല്ലം എടുക്കുന്നു, ചിലവർ US പോയി 6 മാസം കൊണ്ട് തീർക്കുന്നു, 8 മാസം കൊണ്ട് തീർക്കുന്നു. ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ്. ഡോണ്ട് ജഡ്ജ്. പിന്നെ നമ്മൾ ഡിസിഷൻ എടുത്ത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇപ്പം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു എഞ്ചിൻ ഫെയിലിയർ സിമുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഫീൽഡ് കണ്ടുപിടിക്കും. ഓക്കെ, ആ ഫീൽഡിലോട്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. വാട്ട് എവർ ഹാപ്പൻസ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു റീച്ച് ദെയർ. ഞാൻ പോണ വഴിയിൽ അതിനേക്കാൾ നല്ല ഫീൽഡ് ഇതാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് അല്ല അതിനേക്കാൾ നല്ല അപ്പുറത്താണ്, എങ്ങും എത്തൂല. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങും എത്തൂല. എവറിത്തിങ് ഹാവ് ഗുഡ് ആൻഡ് ബാഡ്. അപ്പോൾ നമ്മൾ ഈ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ വരുന്ന ഒരു സംഭവമാണ്, അവന് എന്നെക്കാളും കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എന്നെക്കാളും ഫസ്റ്റ് സോളോ കിട്ടി. ഈ സംഭവങ്ങൾ അവർ ഉള്ളിലേക്കും കിടക്കും. അതോടുകൂടി എന്ത് പറ്റും, എന്നെക്കാളും കൂടുതൽ അവരുടെ കാര്യത്തിലായിരിക്കും കോൺസെൻട്രേഷൻ വരുന്നത്. അപ്പോൾ ഡിസപ്പോയിൻമെന്റ് ആവും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പേഴ്സണലി സെൽഫ് ഓറിയൻറ്റഡ് ആവുക. എനിക്ക് വേണം, അത് എനിക്ക് വേണ്ടി പഠിക്കുക. ഇപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരോടും ചോദിച്ചാൽ പറയും, നിങ്ങളുടെ പുറകിൽ ഒരു 200 പാസഞ്ചേഴ്സിൻ്റെ ലൈഫ്, അതിൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ. അതെ, റെസ്പോൺസിബിലിറ്റി. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി, എനിക്ക് എൻ്റെ ജീവിതം രക്ഷിക്കണമെന്ന്. എൻ്റെ ജീവിതം രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നവർ എന്തായാലും ബാക്കിയുള്ളവരുടെയും നോക്കും. കാരണം ഞാൻ സേഫ് ആയിട്ട് ലാൻഡായി ഞാൻ രക്ഷപ്പെട്ടാണല്ലോ ബാക്കി രക്ഷപ്പെടുള്ളൂ. സോ സെൽഫ് ഓറിയൻറ്റഡ് ആവുക കൂടുതലും. ട്രെയിൻ ഫോർ യുവർ സെൽഫ്, അല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു ഡേറ്റഡ് ആവും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വി ആർ നോട്ട് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് വിനു. താങ്ക് യു വെരി മച്ച് ഫോർ സ്പെൻഡിങ് സോ മച്ച് ഓഫ് ടൈം വിത്ത് അസ്. അപ്പോൾ ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു.